കോവിഡ് ഇത് സാധാരണ സംഭവമല്ല, ഒരു അന്തിമ ദിനം. അതുകൊണ്ട് ആ ബൈബിൾ ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതും ഒരു വലിയ കഷ്ടമുണ്ടാകും. അങ്ങനെയെങ്കിൽ ഇന്നത്തെ പശ്ചിമേഷ്യ പുകയുന്നു. ഇന്ന് ഇസ്രായേൽ ആരോട് ചേർന്ന് നിൽക്കുന്നു? 5 ഇംഗ്ലീഷ് രാഷ്ട്രങ്ങൾ. പിന്നിൽ ആളുണ്ടായിട്ടില്ലേ അവൻ നാട്ടുകാരെ ഓടിച്ചിട്ടടിക്കുന്നത്? ആരുണ്ട്? അമേരിക്ക ഉണ്ട്, കാനഡ ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, ബ്രിട്ടൻ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്. ഈ 5 രാജ്യങ്ങളെ കൂതാൻ്റെ സൈഡാവും. ഇവർ മാറുമോ? ബാക്കി പ്രസംഗം നിങ്ങൾ ക്ലിയർ കേൾക്കണം. ഇരമ്യ പ്രവചനം 22-ാം അധ്യായം 21-22 വാക്യങ്ങൾ. കുഞ്ഞു വായിച്ചിട്ട് ഇരമ്യ പ്രവചനം. ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. നീയോ ഞാൻ കേൾക്കയില്ല എന്ന് പറഞ്ഞു. ഞാൻ കേൾക്കയില്ല എന്ന് പറഞ്ഞു. അടുത്ത വാക്ക്, എന്റെ വാക്ക് അനുസരിക്കാതിരുന്നത്. എന്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത് ബാല്യം മുതൽ നിനക്കുള്ള ശീലം. അത് കറക്റ്റ് അല്ലയോ? പണ്ട് കഴുതി അന്വേഷിച്ച് പോയവനെ ഇസ്രായേലിന്റെ രാജാവാക്കിയില്ലോ. മനസ്സിലാകുന്നവർക്കായി ശൗല് അവൻ വാർത്ത വല്ലതും കേട്ടോ? അവൻ്റെ പരിപാടി ദാവീദിനെതിരെ കുന്തോറിയൊക്കെ ആയിരുന്നു. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. ഇന്ന് രാത്രി ആദ്യത്തെ രാജാവ് ശൗലിൻ്റെ ഒരു പ്രിയ മകനുണ്ടായിരുന്നു, യോനാഥാൻ. എല്ലാവരും പ്രശ്നം കേട്ടാട്ടെ. യോനാഥാൻ അപ്പൻ്റെ പാരമ്പര്യത്തിൽ നിന്നു. അവസാനം അവൻ എവിടെ പോയി? ഗിൽബോറ പർവ്വത നിരയിലേക്ക് പോയി. സ്തോത്രം. ആ കൊച്ച് നല്ല കൊച്ചായിരുന്നു. പക്ഷേ അപ്പൻ്റെ പാരമ്പര്യത്തിൽ കടിച്ചു തൂങ്ങിയപ്പോൾ ദാവീദിനെതിരെ പോസ്റ്റ് ഇട്ട്, ഫേസ്ബുക്കിനകത്തും വാട്സപ്പിനകത്തും പോസ്റ്റ് ഇട്ട് പാവപ്പെട്ട യോനാഥാനെ ശത്രുപക്ഷം തകർത്തു. അവസാനം ശൗല് വിചാരിച്ചു, സ്തോത്രം, ഇനി ഞാൻ നിന്നിട്ട് കാര്യമില്ല. കയ്യിലിരിക്കുന്ന പോസ്റ്റ് ഇട്ട കുന്തം എടുത്തു വെച്ചവൻ നെഞ്ചത്ത് ഒറ്റക്കുത്ത്. കണ്ടോ? ബൈബിളിലൊരു വാക്കുണ്ട്, വീരന്മാർ പട്ടുപോയത് എങ്ങനെ? കരമുയർത്തുന്നവർക്കായി. സ്തോത്രം. ബന്ധിക്കോസാരെല്ലാം കേൾക്കണം. വീടും തന്ന്, കാറും തന്ന്, കമ്പ്യൂട്ടറും തന്ന്, നല്ല പൈസയും തന്ന് നീ ദൈവ വഴി വിട്ട് നാട്ടുകാർക്ക് പോസ്റ്റ് ഇടാനും ഫേസ്ബുക്ക് അടിക്കാനും ഒക്കെ നീ പോക്കോ. അവസാനം പോസ്റ്റ് ഇടുന്ന നിന്നെ 11 kV കയറ്റും. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. അതാ പറഞ്ഞത്, മനസ്സിലാകുന്നവർക്കായി. ദാവീദ് കുറച്ച് പ്രാവശ്യം, നമ്മളും അത്ര സിൻസിയറല്ല. ദാവീദ് പറഞ്ഞ്, കർത്താവേ 10 ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക, ഒരെണ്ണം മറിച്ചിടട്ടു എന്ന്. സ്വർഗം പറഞ്ഞ് വേണ്ട, ഫൈനൽ ഞാൻ കാണിക്കാമെന്ന്. സ്തോത്രം. അതുകൊണ്ട് നീ ഇട്ടുകൊണ്ടിരി. സ്തോത്രം. സത്യവചനം അറിയാതെ ഫേസ്ബുക്ക് ഇട്ടുകൊണ്ടിരി. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അതാ ഒന്നാമത്തെ, നിൻ്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. ഇസ്രായേൽ, നീ എൻ്റെ വാക്ക് കേൾക്കത്തില്ല. രണ്ടാമത്, വേറൊരുത്തനെ കൊണ്ടുവന്ന ദാവീദ് രാജാവ് നല്ല കാട്ടിനകത്ത് കരമടിച്ച് അന്യഭാഷയൊക്കെ പറഞ്ഞ് നല്ല ആരാധിച്ചവനെ ഇസ്രായേലിൻ്റെ രാജാവാക്കി. ഇപ്പോൾ 6-ാമട സെൻറ്ററിലും ഇല്ല, കുമ്പനാട് കൺവെൻഷനിലോ സഭയിലും വരത്തില്ല. സ്വത്രം. നല്ലൊരു വീടും കിട്ടി, കിയ കാർണിവലിൻ്റെ കാറും കിട്ടി, സാംസങ്ങിൻ്റെ മൊബൈലും കിട്ടി, വെള്ളറരുന്ന് കറക്കോടെ കറക്കാം. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാർത്തുന്നു. കറക്കുന്ന സകല അച്ഛന്മാരെയും കറക്കും. അങ്ങനെ ഇരുന്നപ്പോൾ ഇവൻ്റെ മൊബൈൽ 60 ക്യാമറയായിരുന്നു. ദൂരത്തുള്ള ഊര്യാവിൻ്റെ ഭാര്യയെ കിട്ടി. സ്വത്രം. പെട്ടിയാട്ടോ വിട്ട് അവളെ ഇഞ്ഞ് കൊണ്ടുവന്നു. സ്വത്രം. അന്ന് രാത്രി കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി. സ്വത്രം. കാര്യം കൈവിട്ടു പോയപ്പോഴാണ് ഈ ദാവീദിനൊരു ഓർമ്മ വന്ന് പഴയ സങ്കീർത്തന. സ്വത്രം. യഹോവ എൻ്റെ ഇടയനാകുന്നത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. സ്വത്രം. അപ്പോൾ ഇനി രക്ഷപ്പെടണ്ടേ? ഞങ്ങൾ പറയുന്നല്ലോ, കുഴി ചാടിയില്ല, എങ്ങനെയെങ്കിലും നൂരണ്ടേ. സ്വത്രം. അതിനുവേണ്ടി എന്തോ ഇത് ഊര്യാവിനെ വിളിച്ചു. ഊര്യാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അയ്യാ നീ ഇங்கே വந்தாർക്ക് நம்ம ഗസ്റ്റ് ഹൗസ് ഇരിക്ക്, നീ ഒന്ന് മനയുവായി ഇங்கே പാക്കത്. സ്വത്രം. മനസ്സിലാകുന്നവർക്കായി നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട് കൊട്ടാരത്തിൽ, നീ ഭാര്യയായിട്ട് ഇവിടെ കഴിഞ്ഞു, അൽപകാമം കുഴിമന്തി എല്ലാം തരാമെന്ന്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഊര്യാവ് ദാവീദിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ പൊന്ന് രാജാവ്, എൻ്റെ ജനം പാളയത്തിനകത്ത് യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഭാര്യയായിട്ട് ചായ്ക്കാനോ കിട്ടത്തില്ല. ആദ്യത്തെ കൊട്ടേഷനായി സ്തംഭനൻ ഷാജി ഓംപ്രകാശും ഒന്നുമല്ല. സ്വത്രം. ദാവീദ് ഊര്യാവിനെ കൈകാര്യം ചെയ്ത്. സ്വത്രം. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈരാലുമോട് ചർച്ച, ഒരു ഉപവാസ പ്രാർത്ഥന 21 days. ദാവീദ് വിചാരിച്ച് ഇതോടുകൂടി രക്ഷപ്പെടും. കിയാ കാർണിവലെല്ലാം മാറ്റി മാരുതി 800 ദിവസവും ചർച്ച വരിക, ആരോടും പറയാതെ കൈയടിക്കുക. അന്ത നാൾക്കളിൽ 2021 2021 അരുമயான ഒരു ഊഴിയക്കാരൻ തമിഴ്നാട്ടിൽ വരുന്നത് അവർ താൻ നാദാൻ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ക്ലിയറാകുന്ന ക്കായി സ്വത്രം. 2021 നാദാനം രാവിലെ ശനിയാഴ്ച ഒരു ഇടിപെട്ട് പ്രസംഗം. അപ്പോഴേ ദാവീദ് വിചാരിച്ച് എൻ്റെ പാപമല്ല ഇതോട് തീരും. സ്വത്രം. വൈകിട്ട് കർത്താവിൻ്റെ വരവിനെ പറ്റി ഒരു പ്രസംഗവും കൂടെ. 21-ാം തീയതി ഞായറാഴ്ച തീരുക. ജോസ് പാസ്റ്ററോട് പറഞ്ഞ് സങ്കീർത്തനൊന്നും വായിക്കേണ്ട, നാദാനം എടുത്ത് മൈക്ക്. സ്വത്രം. അന്ന് ആദ്യമായിട്ട് ദാവീദ് സാക്ഷി പറഞ്ഞ്, നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ. സ്വത്രം. യോഗം മുടിവാന് ജോസ് പാസ്റ്റർ ആർക്കിട്ട് കേട്ട് നാദാന് കേട്ട്, അയ്യാ ഇங்கே சாப்பாடெல்லாம் சாப்பிட்டுருக்கிறது, நான் பாறசாலை கொண்டு வண்டி கட்டி விடா. உடனே தாவீது പറഞ്ഞ്, നെവർ നെവർ വേണ്ട, இந்த அருமையான ஊழிக்காரர் ഞാൻ വണ്ടി കയറുന്നത് എൻ വീട്ടുക്കുള്ളേ പോവാതെ. സ്വത്രം. ദാവീദ് വിചാരിച്ച് അവിടെ ചെന്നിട്ട് നല്ല പാട്ടൊക്കെ പാടി, നാനും എൻ വീടും എൻ വീട്ടാരെന്നെ ഈ വരും നല്ല പാട്ടിനാ
കൊണ്ടുപോയത്. സ്വോത്രം. നാഥാൻ ആരാ? സൂപ്പറാ. അവിടെ ചെന്നുടനെ നാഥാൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യാ ഒക്കാരെങ്കിൽ ഇങ്ങ ടീയെ സാപ്പിടുത്ത്. സ്വോത്രം. ഞാൻ ഈ തമിഴ് ഇപ്പോൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ശോഭൻദാസ് മാസ്റ്റർ ശ്രദ്ധിക്കണം. സ്വോത്രം. കേരളത്തിലെ പെന്തിക്കോസുകാരെ വിശ്വസിക്കാനേ പറ്റത്തില്ല, മനസ്സിലാകുന്നവർക്കായി. എപ്പോഴാ പാലം വലിക്കുന്നതെന്ന് അറിയത്തില്ല. அதுக்கு நான் இந்த நாட்களிலே உலகத்தின் முடிவும் கடைசி கால செய்திகளும் அருமையான மொழிகளை பேசுகிறது. சோத்திரம். അവിടെ ഇപ്പോൾ പിടിച്ച് നിൽക്കുക. കുമരി മാവട്ടം இந்த നാட்களிൽ തിരുനെൽവേലി മാവട്ടം. അതിനായി സ്വോത്രം. ഇത് മറക്കാതിരിക്കാനാണ് ഇവിടെ പറയുന്നത്. അങ്ങോട്ട് പോയാൽ പറഞ്ഞാൽ ഏക്കത്തില്ല. വെള്ളറക്കാർക്കെല്ലാം കുറച്ച് മനസ്സിലാവും. അതൊക്കെ താൻ തമിഴ് പേസുകരുത്. നാദാൻ വന്ന് ടീയെ കേട്ട് ഉടനെ മധുരമില്ലാത്തൊരു ചായ ജോസ് പാസ് എന്നുള്ളത് തന്ന് നാദാൻ പറഞ്ഞു, അയ്യാ കൊഞ്ചം ഒക്കാരെങ്കിൽ ഒരു ചെറിയ കഥ, ചിന്ന കഥ പേസുകരുത്. അപ്പോൾ ദാവീദ് പറഞ്ഞ്, ഓക്കെ ഞങ്ങൾ ഫ്രഷായിട്ട് നല്ല മട്ടൻ ബിരിയാണി ഒക്കെ ഉണ്ട്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നാദാൻ ഒരു കഥ പറഞ്ഞു. സ്വോത്രം. ഒരു പട്ടണത്തിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൽ ഒരു ധനവാനും ദരിദ്രനും. ധനവാൻ ആടുമാടുകളും സകല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ദരിദ്രൻ ഒരു പാവപ്പെട്ട ഒരു ആടയുള്ളായിരുന്നു. അതിൻ്റെ പാല് കറന്ന് കുഞ്ഞുങ്ങളുടെ മടിയിലിരുന്ന പാല് വിറ്റ് കാശ് മേടിച്ച് ഉപജീവനം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ധനവാന്റെ വീട്ടിനകത്തൊരു വിസിറ്റർ വന്നപ്പോൾ പാവപ്പെട്ട സ്വോത്രം ദരിദ്രൻ്റെ വീട്ടിൻ്റെ ആട്ടിനെ പോയി കട്ട് ചെയ്ത് മട്ടൻ കറി ഉണ്ടാക്കി. സ്വോത്രം. ആടിൻ്റെ കൂടെ കരമടിച്ച് ഹല്ലേലൂയ പാടിയ സ്വോത്രം. ഓ, ദാവീദ് ഒറ്റ എഴുന്നേൽപ്പ്. നാഥാനോട് ചോദിച്ചു, ആരോ ആ നീചനായ മക്തി. സ്വോത്രം. ഞങ്ങളായിരുന്നേ പറഞ്ഞേനെ LDF ഒരു എല്ലാം ശരിയാകും, അച്ചായിരിക്കാൻ പറഞ്ഞാൽ. സ്വോത്രം. ആരും അറിയത്തില്ല. സ്വോത്രം. ആ സമയത്ത് നാഥാൻ സന്തോഷത്തോടെ പറഞ്ഞു, ദാവീദേ ആ പാപം ചെയ്ത വ്യക്തി നീയാ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. ഇത് അരുമയാണ് പ്രവാചകൻ. പ്രവാചകൻ വരുന്ന വീട് കിട്ടാനും കാറ് കിട്ടാനും അല്ല. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകരുമ്പോൾ മടക്കി അവനെ കൊണ്ടുവന്ന് വീണ്ടും നിത്യതയിലേക്ക് കടത്തിക്കൊണ്ടുവരുന്ന ശക്തരായ നാഥാനെ പോലെയുള്ള പ്രവാചകന്മാർ നമ്മുടെ ഇടയിൽ എഴുന്നേൽക്കട്ടെ. സ്വോത്രം. നാഥാൻ ആരോടും പറഞ്ഞില്ല. ഞങ്ങളുടെ പ്രവാചകന്മാരാണെങ്കിൽ ഫേസ്ബുക്കിലൊന്നും പോസ്റ്റ് ഇട്ടില്ല. അവൻ പറഞ്ഞു, നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്നൊരു സങ്കീർത്തനം എഴുതി 51. സ്വർഗത്തോട് നിലവിളിച്ചു മുഴങ്കാലിൽ ദാവീദ് പാടിയതാ, അങ്ങയുടെ ബഹുത്വത്തിൻ കരുണയിൻ പ്രകാരം എൻ്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. അങ്ങയുടെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് വെട്ടരുത്. മനസ്സിലാകുന്നവർക്കായി പച്ചക്ക് IPC-കാരോടും പറയാം. ഞങ്ങളുടെ നേതാക്കളെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. അവർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, പാസ്റ്ററെ വല്ലതും പറയുമെന്ന്. സ്വോത്രം. ഞാൻ പറയും, അവസാനം പറഞ്ഞിട്ട് എന്നെ ഒതുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വോത്രം. അതുകൊണ്ട് ഇന്ത്യ പെന്തക്കോസ് ദൈവസഭക്കാരോടും പറയാം, നല്ല നിത്യതയ്ക്ക് നയിച്ച ജനത്തെ മടക്കി വരുത്തുന്ന പ്രവാചകന്മാർ നമ്മുടെ സഭകളിൽ എഴുന്നേൽക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളിൽ എഴുന്നേൽക്കട്ടെ. അതുകൊണ്ട് നിൻ്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് അരുളി, എൻ്റെ വാക്ക് കേൾക്കുകയില്ലെന്ന് നിൻ്റെ പഴയ അനുഭവം. അതാ ഞാൻ ശൗലിനെയും ആരെ വരച്ചു കാട്ടി, ദാവീദിനെയും വരച്ചു കാട്ടി. അടുത്തത് വായിച്ചിട്ട് മോൾ അടുത്ത വാക്ക്, നിന്നെ മേയ്ക്കുന്നവരെയൊക്കെയും കൊടുങ്കാറ്റ് മേയ്ക്കും. ഇതാ നമ്മുടെ പ്രസംഗം. ഇന്ന് 5 രാഷ്ട്രങ്ങൾ, എല്ലാവരും കേട്ടോണം, ഇത് കറക്റ്റ് ആയിരിക്കണം. 5 രാഷ്ട്രങ്ങൾ ഇസ്രയേലിൻ്റെ കൂടെയുണ്ട്. അമേരിക്കയുണ്ട്, കാനഡയുണ്ട്, ഫ്രാൻസുണ്ട്, ബ്രിട്ടനുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം നിന്നെ മേയ്ക്കുന്നവരെ കൊടുങ്കാറ്റ് മേയ്ക്കും. കൊടുങ്കാറ്റ് അസാമ്പത്തിക മാന്യം. ഇവിടെ ചെറുപ്പക്കാരും അമ്മച്ചിമാർക്ക് ചിലപ്പം പ്രായം ചെന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് കാണും. എല്ലാവരും കേൾക്കണം, നിന്നെ മേയ്ക്കുന്നവരെ കൊടുങ്കാറ്റ് മേയ്ക്കും. അതിനാസ്പദമായി ഇന്ന് ഈ രാജ്യങ്ങൾ പിടിച്ചു നിൽക്കുന്നത് ഡോളറാണ്. എല്ലാവരും കേട്ടോണേ. കഴിഞ്ഞ ദിവസം റഷ്യയിൽ ഒരു ഉച്ചകോടി നടന്നു, ബ്രിക്സ് ഉച്ചകോടി. 37 രാജ്യങ്ങളാണ് ബ്രിക്സിൽ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറും ഉണ്ടായിരുന്നു. സ്വോത്രം. എന്നിട്ട് അടുത്ത കാര്യം, അന്ന് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനയുടെ ഷീ ജിൻപിങ്, കൊറിയയുടെ കിങ് ജോങ് കരം കൊടുത്തിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ എണ്ണവില ഡോളറിൽ നിന്ന് മാറ്റി ക്രിപ്റ്റോ കറൻസിയിൽ കൊണ്ടുവരണം. മനസ്സിലാകുന്നവർക്കായി. ആ കറൻസി ആ 2009 ഇറങ്ങിയ ബീറ്റ് കോയിൻ, അന്ന് 6250 രൂപ എന്ന ആ കറൻസി ഇന്ന് വെള്ളറുടെ കിട്ടും ഒരു നമ്പർ $90,000. മനോരമയെ കാണുക, സാത്താൻ്റെ കറൻസി. ബൈബിൾ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടും. അങ്ങനെയെങ്കിൽ അമേരിക്ക കരയും. കരയാൻ എന്താ കാര്യം? അമേരിക്ക നല്ലൊരു സുവിശേഷകനുണ്ടായിരുന്നു, ബില്ലി ഗ്രഹാം. കേൾക്കണം. അദ്ദേഹം അമേരിക്കയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം സോദോമിനെയും ഗോമറയും ന്യായവിധി നടത്തിയെങ്കിൽ ഈ അമേരിക്കയെ ദൈവം ന്യായം വിധിക്കാതിരിക്കത്തില്ല. അത്രയും വലിയ പ്രശ്നമാണ് അമേരിക്കയിൽ. 70 ലക്ഷം കുഞ്ഞുങ്ങളെ അബോർഷൻ ചെയ്ത് കൊന്നുകളഞ്ഞത്. കാനഡയിൽ നിന്ന് ഗർഭം ധരിക്കുന്ന പെൺകൊച്ചുങ്ങൾ മതിൽ ചാടി അമേരിക്കയിൽ ചെന്ന് കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടിരിക്കുക. അമേരിക്കയിൽ എൻ്റെ പ്രസംഗം കേൾക്കുന്ന ചെറുപ്പക്കാർ പറഞ്ഞു, പാസ്റ്ററേ ഇത് സോദോമിനേക്കാളും വലിയ പാപ. അങ്ങനെയെങ്കിൽ കർത്താവ് പോയി സോദോമിലും ഗോമറയിലും മാപ്പ് പറയും, ഞാൻ തെറ്റ് ചെയ്തത് തെറ്റെന്ന്. അങ്ങനെ മാപ്പ് പറയുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് ആ ബില്ലി ഗ്രഹാം പറഞ്ഞു, അമേരിക്കയെ ദൈവം ന്യായം വിധിക്കും. കരമുയർത്തുന്നവർക്കായി സ്തോത്രം. ഇന്ന് രാത്രി
ആണ്ട് നിന്നെ മേയ്ക്കുന്നവരെ കൊടുങ്കാറ്റ് മേയ്ക്കും. അടുത്തത് നിന്റെ സ്നേഹിതന്മാർ, കുഞ്ഞു വായിച്ചിട്ട്, പ്രവാസത്തിലേക്ക് പോകും. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. ഇന്ന് പ്രൈസ് ദി ലോർഡ് കൊടുക്കുന്നവർ എല്ലാവരും ഈ വാക്യം കുഞ്ഞു വായിക്കുന്നത് കേട്ടോണം. ഇന്ന് 5 രാജ്യങ്ങളാണ്: അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ, ഈ കാനഡ, ഓസ്ട്രേലിയ. ഇവരൊക്കെ പൈസ കുറഞ്ഞാൽ പ്രവാസത്തിലേക്ക് പോകും. മലയാളം നമ്മുടെ ജോസ് പാസ്റ്റർ കിളിയൂരിൽ പോകും. ആ സമയത്ത് സൗദിക്കാരൊരു പയ്യനുണ്ടായിരുന്നു, അവൻ അവിടെ ഐസ്ക്രീം കടയായിരുന്നു. ഒരു വർഷത്തിലിടയ്ക്ക് അവൻ വെക്കേഷൻ വരും. കിളിയൂരിൽ ഞാൻ എല്ലാവരെയും കാണും, പ്രൈസിലോടും കൊടുക്കും. ജോസ് പാസ്റ്ററും ബൈക്ക് എടുത്തിട്ട് വയ്ക്കും, ബ്രദറെ എന്ന് വന്ന് എത്ര ദിവസം ലീവുണ്ട്? അപ്പം പറയും 30 ദിവസമുണ്ട് പാസ്റ്ററെ, ഞാൻ തിരിച്ചു പോകും. ഒരു സുപ്രഭാതി അവൻ കിളിയൂർ വന്ന് ഒരു പച്ചക്കറി കട തുടങ്ങി, പ്രവാസി പച്ചക്കറി കട. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഒരു ഇലക്ട്രിക് ആട്ടോ കൊടുത്ത് പ്രവാസി ആട്ടോ. 1 മാസം കഴിഞ്ഞിട്ട് പുള്ളി തിരിച്ചു പോകുന്നില്ല. ഉടനെ ജോസ് പാസ്റ്റർ ചോദിച്ചു, ബ്രദറെ വന്നിട്ട് 1 മാസമായല്ലോ. പുള്ളി പറയും, പാസ്റ്റർ കണ്ടില്ലേ എൻ്റെ തട്ടുകട പ്രവാസി പച്ചക്കറി, ആട്ടോ പ്രവാസി, ഐസ്ക്രീം കട അറബി മേടിച്ച് എന്നെ വണ്ടി കയറ്റിയെന്ന്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഈ പള്ളിക്ക് ഈ മണി മതി, ഇത്രയൊക്കെ മനസ്സിലാക്കിക്കോ സ്വോത്രം. അതിൻ്റെ അർത്ഥം നിൻ്റെ കൂട്ടുകാരെല്ലാം നിന്നെ വിട്ടു പോകും. അടുത്തത് കേട്ടോ, മോളെ വാക്യം ഞാൻ പറയുമ്പോൾ ഈ വാക്കെല്ലാവരും കണ്ടോണം. ഇതാണ് നമ്മുടെ പ്രസംഗം. അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് വന്നായിരുന്നു, ബരാക് ഒബാമ. കേട്ടോണേ, ബരാക് ഒബാമ ഇറങ്ങിപ്പോയപ്പോൾ ദൈവദാസന്മാർ ക്ലിയർ മനസ്സിലാക്കണം, ഇതൊന്നും ആരും പറയത്തില്ല. ബരാക് ഒബാമ ഇറങ്ങിപ്പോയപ്പോൾ ഒരു കാര്യം അവൻ ചെയ്തിട്ട് പോയി. യെറൂശലേം ഇസ്ലാം മതവിശ്വാസികൾക്ക് കൊടുക്കണമെന്ന് ഒരു പ്രമേയം എഴുതി വെച്ചിട്ട് പോയി. ശോഭൻ ദാസ് പാസ്റ്റർ ഇതാ കിടക്കുന്നു കേട്ടോ. പക്ഷേ ഇന്ന് ഈ പ്രമേയം ചർച്ചയ്ക്ക് വരത്തില്ല. UN രക്ഷാസമിതി 5 അംഗങ്ങളാണ് വോട്ടവകാശമുള്ളത്. 1 അമേരിക്ക, 2 ഫ്രാൻസ്, 3 ബ്രിട്ടൻ, ബാക്കി 2 റഷ്യയും ചൈന, അത് പലസ്തീൻ്റെ കൂടെ. യവന്മാരിത് കൊണ്ടുവരുമ്പോൾ 3 പേര് കൈ ഉയർത്തും, വീറ്റോ. അങ്ങനെയെങ്കിൽ കള്ളിമൂട് മനസ്സിലാക്കണം, താമസമിന അമേരിക്കയോ ബ്രിട്ടനോ ഫ്രാൻസോ ഇതിൽ നിന്ന് മാറിയാൽ, രക്ഷാസമിതിയിൽ പലസ്തീന് പിന്തുണയുള്ള രാജ്യം വന്നാൽ, ബരാക് ഒബാമയുടെ പ്രമേയം എടുത്തിട്ട് ഐക്യരാഷ്ട്ര സംഘടന പറയും യെരൂശലേം ഇസ്ലാം സഹോദരങ്ങൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ, അതാ വരാൻ പോകുന്ന അന്തിമ യുദ്ധം. കരമുയർത്തുന്നവർക്കായി നിന്നെ മേയ്ക്കുന്നവരെ കൊടുങ്കാറ്റ് മേയ്ക്കും. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. സ്വോത്രം. ഇന്ന് 7 രാജ്യങ്ങളെ കാട്ടാക്കി അടിക്കുന്നവൻ നിലവിളിക്കാൻ പോവുക. അതാ ഞങ്ങളുടെ പ്രസംഗം. വായിച്ചാട്ട് മോളെ, അന്ന് അവരെല്ലാം ഒരുമിക്ക് വീണുപോയ ഇസ്മായിലെ കൂടാരം. അടുത്ത വായിച്ചാട്ട് മക്കളെ. അപ്പോൾ നീ നിന്റെ സകല ദുഷ്ടതയും നിമിത്തം. ഇന്ന് ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. അടി നിർത്താൻ എത്ര വർഷം കൊണ്ട് എല്ലാവരും പറയുന്നത് കേൾക്കുന്നില്ല. അപ്പോൾ നീ അത്രയും ദുഷ്ടത നിമിത്തം ലജ്ജിച്ചമ്പരന്നു പോകും. ഇന്ന് ലോക രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവും കൂട്ടരും നിലവിളിക്കാൻ തുടങ്ങുക, ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അപ്പോൾ എന്ത് ചെയ്യും? റഷ്യയും അറബ് രാഷ്ട്രങ്ങളും ചേർന്ന് UN പ്രമേയം ഏറ്റെടുക്കും. ചെറുപ്പക്കാരെല്ലാം കേട്ടോണം, UN പാസ്സാക്കും, ഇസ്രായേൽ വിട്ടുകൊടുക്കത്തില്ല. പക്ഷേ UN പ്രമേയം ഏറ്റെടുത്ത് മേധാവിയാകുന്ന റഷ്യ 57 ഇസ്ലാമിക രാഷ്ട്രങ്ങളുമായി ചേർന്ന് യെരൂശലേമിന്റെ നേരെ വരും. 4ാമത്തെ പ്രവചനം, ജാതികൾ നിനക്കെതിരെ വിരോധമായി കൂടി വരും, യഹൂദനല്ലാത്ത സകലരും. വായിച്ചാട്ട് മോളെ, വായിക്കാം. അതിന്റെ പ്രവചനം എസെക്കിയേൽ 38, 15, 16. ബൈബിൾ എടുത്താട്ട് ഈ പ്രസംഗം ഇനി അടുത്തടുത്ത് പ്രസംഗിക്കത്തില്ല. വായിക്കാം. റഷ്യയും നിന്നോട് കൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത് നിന്ന് തന്നെ വരും. അതാ ഇന്നത്തെ സിറിയ കത്തുന്ന ഗോലാൻ കുന്ന് കണ്ടില്ലേ? ഗോലാൻ കുന്ന് ഇസ്രായേൽ പിടിച്ചെടുത്ത് വെച്ചിരിക്കുക. അവര് കൊടുക്കുന്നില്ല. അടി അതിനാ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗോലാംകുന്നിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന സ്വോത്രം. ഇന്നത്തെ പത്രവാർത്ത നോക്കിയാൽ മതി. എന്നിട്ട് ബൈബിളും എടുത്തു. വടക്കേ അറ്റത്ത് നിന്ന് വായിച്ചാട്ട് മോളെ, ദേശത്തെ മറയ്ക്കേണ്ടതിന് ഒരു മേഘം പോലെ നീ എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. കരമുയർത്തുന്നവർക്കായി ഇതാ അന്തിമ യുദ്ധം. എന്റെ ജനമായി ഇസ്രായേലിന് നേരെ വരും. എത്ര ക്ലിയറായി! ദേശത്തെ മറയ്ക്കേണ്ടതിന് മേഘം. ഈ ഭാഗം നിർത്തണം. എന്താ മേഘം? കാർമേഘവും മിന്നലുള്ള മേഘമല്ല. കുഞ്ഞുങ്ങൾ നോട്ട് ചെയ്താട്ടെ. PSC പരീക്ഷ കേട്ടിട്ട് TTET എഴുതി 1903 യുദ്ധവിമാനം കണ്ടുപിടിച്ചത് ആരാ? അമേരിക്കയിൽ 2 ചെറുപ്പക്കാർ, ഇർബീൽ ഓർബീൽ റൈറ്റ് സഹോദരന്മാരാ. അതുകൊണ്ട് ഏതാ മേഘം? ശംഖുമുഖ തേർഷം ഉണ്ടായിരുന്നു. അടുത്ത ജനുവരിയിലും ഉണ്ട്. അവിടെ
ചാരവിമാനം. ഈ വിമാനത്തിൻ്റെ കളർ നോക്കണം. എയർഫോഴ്സിൻ്റെ നേവിയുടെ വിമാനത്തിൻ്റെ കളർ ചാര കളറാണ്. എയർ ഇന്ത്യ വെള്ള, എമിറേറ്റ്സ് പച്ചയോ, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പച്ച, ഇൻഡിഗോ നീല, വിസ്താര ചന്ദന കളർ. പക്ഷേ മേഘം യുദ്ധവിമാനം മുഴുവൻ ചാര കളറാ. സ്വോത്രം. അതാ ഞങ്ങളുടെ ബൈബിളിൻ്റെ തനിമ. അമ്മമ്മേ, ഹെർക്കുലിസുകാരൊരു സൈക്കിൾ കണ്ടുപിടിച്ചിട്ടില്ല, അറ്റ്ലസുകാരൊരു ഹാൻഡിൽ കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ 2600 കൊല്ലം മുമ്പ് കേബാർ നദീതീരത്ത് ഒരപ്പച്ചൻ ഇരുന്നപ്പോൾ സ്വർഗം പറഞ്ഞു, റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് യുദ്ധവിമാനം. കരമുയർത്തുന്നവർക്കായി ഇതാ വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യമുണ്ടോ? സ്വോത്രം. ഇന്ന് രാത്രി മനസ്സിലാക്കിയാട്ടെ. സ്വോത്രം. അടുത്ത വാക്കുകൂടെ മോൾ വായിച്ചാട്ടെ. ഗോഗേ, റഷ്യയെ അന്ത്യകാലത്ത് ജാതികൾ കാണുക ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ ഈ ജനം അറിയും. ഈ ജനം ഇസ്രായേൽ അറിയാൻ പോകുന്നു. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അവർ എന്നെ അറിയേണ്ടതിന്, ഇസ്രായേൽ ജനം എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എന്റെ ദേശത്തിന്റെ നേരെ വരുത്തും. എന്റെ ദേശം ഇന്ത്യ അല്ല, അമേരിക്ക അല്ല, അബ്രഹാം കാൽ ചവിട്ടിയ ദേശത്ത് റഷ്യയെ കൊണ്ടുവരും. കരമുയർത്തുന്നവർക്കായി അതാ വാഗ്ദത്ത കനാൻ 22,160 കിലോമീറ്റർ. അങ്ങനെയെങ്കിൽ ഈ യുദ്ധം എവിടെ നടക്കും? ബൈബിളുള്ളവരെല്ലാം എടുത്താട്ടെ. എല്ലാ അറബ് രാജ്യങ്ങളും ഇന്ന് ഇസ്രായേലിനോട് ചായ കുടിക്കുന്ന എല്ലാം തിരിയുമെന്ന് ജാതികൾ. യോവേലിന്റെ പ്രവചനം 3-ാം അധ്യായം 9-11 വാക്യങ്ങൾ മോള് കറക്റ്റായിട്ട് വായിച്ചാട്ടെ. ദൈവമക്കൾ കേട്ടാട്ടെ. യോവേൽ ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവിൻ. ഇത് ജാതികളുടെ UN പറയും. ഒബാമയുടെ പ്രമേയം കൊണ്ടുവന്നിട്ട് റഷ്യയോട് പറയും, അമേരിക്കയെ മാറും, ബ്രിട്ടന് മാറും, പൈസയില്ല, യവൻ്റെ ഡോളർ അങ്ങ് വെള്ളത്തിലാവും. പണ്ട് 2000 നോട്ട് നിരോധിച്ചുള്ള പേപ്പർ കറൻസി ആവും. ആ സമയത്ത് ഇത് ജാതികളോട് UN വിളിച്ചു പറയും. അടുത്തത് വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ. വിശുദ്ധ യുദ്ധം. എല്ലാവരും കേട്ടോ, ചെറുപ്പക്കാരികളും കേട്ടോ. വിശുദ്ധ യുദ്ധമെന്ന് ഹൈന്ദവൻ പറയത്തില്ല, ക്രൈസ്തവൻ പറയത്തില്ല, ജൈനൻ പറയത്തില്ല, ബുദ്ധൻ പറയത്തില്ല. ആര് പറയുമെന്നറിയാമോ? അതാ ജിഹാദ് പറയുന്നത്. ഇസ്ലാമിക സഹോദരങ്ങൾ കരമുയർത്തുന്നവർക്കായി സ്വോത്രം. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ റഷ്യയുടെ കൂടെ ചേർന്ന് വരും. വിശുദ്ധ യുദ്ധത്തിനായി ഒരുങ്ങുകയും. ജാതികൾ എവിടെ വരും? വായിച്ചിട്ട് മോളെ. വീരന്മാരെ ഉദ്യോഗിപ്പിപ്പിൻ. അടുത്ത 11-ാമത്തെ വാക്യം. ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ. ഇസ്രായേലിന് ചുറ്റും കുറെ കിടക്കുക. ഇന്നത്തെ ലെബനോൻ ഉണ്ട്, സിറിയ ഉണ്ട്, ജോർദാൻ ഉണ്ട്, ഈജിപ്റ്റ് ഉണ്ട്, അൾജീരിയ ഉണ്ട്, ടുണീഷ്യ ഉണ്ട്. ചുറ്റുമുള്ളതെല്ലാം ഇസ്മായിലിന്റെ കൂടാരങ്ങൾ, ഏശാവിന്റെ മക്കൾ, ഇറാൻ, ഇറാഖ് എല്ലാം അവന്റെ നേരെ എഴുന്നേറ്റ് വരും. അതാ അന്തിമ യുദ്ധം. അടുത്ത വാക്ക് വായിക്കാം. ബന്ധപ്പെട്ട് വന്നുകൂടുവിൻ. എവിടെ? യഹോവ. വായിച്ചാട്ട് മോളെ. അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറക്കുമാറാകട്ടെ. അടുത്ത വാക്ക്. ജാതികൾ ഉണർന്ന് യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ. കരമുയർത്തുന്നവർക്കായി യെരൂശലേമിനോട് ചേർന്ന് കിടക്കുന്ന താഴ്വര യഹോശാഫാത്ത് താഴ്വര. അങ്ങനെയെങ്കിൽ യേശു പറഞ്ഞു, യഹൂദൻ നിലവിളിക്കും. അടുത്ത ഒരു പ്രവചനം കൂടെ വായിച്ചാട്ട്. ലൂക്കോസ് 21-20-21 വാക്യങ്ങൾ. ബൈബിൾ ഉള്ളവരെല്ലാം എടുത്താട്ട്. യെരൂശലേം കരയാൻ കാലമായി, ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരുന്നു. വായിക്കാം. ലൂക്കോസ് 21-20-21. സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. കരമുയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നത്. യേശു പറഞ്ഞു, സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തു. അടുത്ത വാക്ക്. അന്ന് യഹൂദയിലുള്ളവർ, ഇന്ന് ബെഞ്ചമിൻ നെതന്യാഹു വെല്ലുവിളിക്കുക, യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. അതുകൊണ്ടാ യേശു പറഞ്ഞത്, യെരൂശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ മറയ്ക്കുന്നത് പോലെ നിന്റെ മക്കളെ മറച്ചു കാക്കുക. എനിക്ക് മനസ്സായിരുന്നു. കരമുയർത്തുന്നവർക്കായി നിങ്ങൾക്കോ മനസ്സായിരുന്നില്ല. സകല യഹൂദന്മാരെ നിലവിളിക്കുന്ന ഒരു കാലം വരാറായി. പത്രം TV വായിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പറയണ, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ സംഭവങ്ങൾ നാഥന്റെ വരവിനെ വിളിച്ചു കാണിക്കുന്നു. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുക. നാഴിക വന്നതുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കള്ളിമൂടെ രാത്രി കഴിവാറായി, നീതി സൂര്യൻ വെളിപ്പെടാറായി. ഇന്ന് രാത്രി നമ്പർ 1 ജെറുസലേം, 2 പരിഭ്രമപാത്രം, 3 ഭാരമുള്ള കല്ല്, 4 ജാതികൾ വിരോധമായി കൂടി വരും. 3 ഭാഗം കൂടെ വായിക്കുമ്പോൾ ഇടവേള, പിന്നെ 10 മിനിറ്റ് മതി. അങ്ങനെയെങ്കിൽ യവനൊരു രക്ഷയില്ല. ആരാ ഇസ്രായേൽ? 22,160 കിലോമീറ്റർ. സ്വോത്രം. പിന്നെ ഇന്ത്യയിൽ നിന്നൊരു വിമാനം തിരുവനന്തപുരത്ത് നിന്ന് പോണേ 6.25 മണിക്കൂർ വേണം. അമേരിക്കയിൽ നിന്ന് 8 മണിക്കൂർ വേണം. അവൻ്റെ കയ്യാലപ്പുറത്തെല്ലാം കിടക്കുക. ജോർദാനും ഈജിപ്റ്റും സിറിയ എല്ലാം കിടക്കുക. ഇന്ന് റഷ്യയുടെ 2000 ഫൈറ്റർ, അറബ് ലീഗിൻ്റെ വിമാനം കൂടെ വന്നാൽ ഇവൻ്റെ അയൺഡോമും അനങ്ങത്തില്ല, ഇവൻ്റെ പ്ലെയിനും അനങ്ങത്തില്ല. സ്തോത്രം. അന്നവനൊരു രക്ഷയില്ല.
അന്നൊരു സംഭവം നടക്കും. സക്കറിയ പ്രവചനം 12:9-10. ബൈബിൾ എടുത്താട്ടെ. സക്കറിയ പ്രവചനം 12:9-10. അന്നാളിൽ ഞാൻ യെരൂശലേമിന്റെ നേരെ വരുന്ന സകല ജാതികളെ നശിപ്പിപ്പാൻ നോക്കും. കിടക്കുന്ന കർത്താവ് യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ എല്ലാ ബൈബിളും എടുത്താട്ട് അന്ന് കർത്താവ് യുദ്ധ ദിവസത്തിൽ യെരൂശലേമിനെതിരെ വരുന്ന ജാതികൾ ഞാൻ ശിക്ഷിപ്പാൻ നോക്കും. അടുത്ത വാക്ക്, ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും. ഇന്ന് വലിയ ലോകത്തിലെ ടെക്നോളജി, മൊബൈലും ഇന്റർനെറ്റും എല്ലാം അവന്റെ കയ്യിലിരിക്കുക. സകല ടെക്നോളജി ഉള്ളവൻ കരയൂ എന്ന് കേട്ടോ. അടുത്ത വായിച്ചാട്ടെ. യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. അവന്മാർ ഉപവസിക്കുമെന്ന് ഈരാലുമൂട് സഭ ഉപവസിക്കുന്ന പോലെ കരയോന്ന് യഹൂദന്റെ കുടിൽ നിലവിളി. വായിച്ചാട്ടെ. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. കരമുയർത്തണം. തങ്ങൾ കുത്തിയിട്ടുള്ള മങ്കലേക്ക് അവർ നോക്കും. മനസ്സിലാകുന്നവർക്ക് പീലാത്തോസിന്റെ അരമനയിൽ 2 കോടുകൾ. 1 ബറബാസ്, 2 യേശു. യഹൂദ പരീക്ഷകൾ പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. ഇതാ സുവിശേഷ പ്രസംഗം. അവർ കുത്തിയിട്ടുള്ളെങ്കിൽ ഇതൊക്കെ അവർ യേശുവിനെ വിളിക്കും. വായിച്ചിട്ടുമുള്ള ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നു. അയ്യോ അയ്യോ യേശുവേ, ഞങ്ങൾക്ക് തെറ്റിപ്പോയി, ഞങ്ങൾ ശാപം വാങ്ങിച്ചതാ. സ്വോത്രം. ഏകജാതനെ ചൊല്ലി വിലപിക്കും. അടുത്തത് സക്കറിയാവിലേക്ക് വരാം. അടുത്തത് അന്നാളിൽ അവന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി. സക്കറിയ പ്രവചനം 13:1. മോള് വായിച്ചാട്ടെ. ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ തുറന്നിരിക്കും. കരമുയർത്തുന്നവർക്കായി സ്വർഗം യുദ്ധം ഏറ്റെടുക്കും. ഈ അന്തിമ യുദ്ധത്തിൽ സ്വർഗത്തിന്റെ കരമിറങ്ങി വരും. ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് ആരാ? കരുണയുടെ ദൈവം, ദയയുടെ ദൈവം. പൗലോസ് പറഞ്ഞില്ലേ, ഞാനും എബ്രായരിൽ എബ്രായർ, അവൻ എൻ്റെ ജനത്തെ കൈവിടത്തില്ല. അങ്ങനെയെങ്കിൽ യഹൂദന്റെ നിലവിളിയുടെ മുൻപിൽ അവന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. ഇന്ന് രാത്രി കണ്ണുനീരിനെ മാനിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം, പ്രാർത്ഥന മാനിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. യഹൂദന്റെ നിലവിളിയുടെ മുൻപിൽ ഇന്ന് രാത്രി ബാക്കി കേൾക്കണം. പഴയ നിയമത്തിന്റെ വിമോചകൻ. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചാട്ടെ. പഴയ നിയമത്തിന്റെ വിമോചകൻ ഒരുവനുണ്ടായിരുന്നു, മോശ ജനിക്കുന്നതിന് മുമ്പ് അവർക്കെതിരെ പോരാട്ടം വന്നു. മോശയുടെ അമ്മയും പെങ്ങളും അവനെ വളർത്തി. 3 മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞു വളർന്നു. അവന്റെ കരച്ചിൽ കേൾക്കും. കുറേ ദിവസം വീട്ടിനകത്ത് വളർത്തി. ഫറവോന്റെ പട്ടാളക്കാർ വരാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്നവർക്കായി ഒരു സുപ്രഭാതത്തിൽ കുഞ്ഞിന് മുലപ്പാല് കൊടുത്തിട്ട് പെട്ടകത്തിനകത്ത് നൈൽ നദിക്കകത്ത് കൊണ്ടുവന്നു. സ്വോത്രം. പശയും കീലും തേച്ച് മോശക്കുഞ്ഞുറങ്ങും. അമ്മാമ്മേ, ഇന്ന് രാത്രി എന്താ വചനം മനസ്സിലാകണം. അവനെ വെള്ളത്തിനകത്ത് ഒഴുക്കി വിടുക. അമ്മയും പെങ്ങളെ വിചാരിച്ച് എവിടെയെങ്കിലും ഓടിക്കോട്ടെന്ന്. സ്വോത്രം. അവസാനം മോശയുടെ പേടകം വെള്ളത്തിനകത്തായി. ഞാങ്ങണപ്പെട്ടി കുലുങ്ങാൻ തുടങ്ങി. കുഞ്ഞുണർന്ന് കരഞ്ഞു. സ്വോത്രം. മുഴുവൻ ഇരുട്ടും വെള്ളമാണ്. അവന്റെ കരച്ചിൽ എവിടെത്തി? സ്വർഗത്തിന്റെ വാട്സപ്പ് എത്തി. എവിടെ ക്യാമറ ഇറങ്ങി? ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് ക്യാമറ ഇറങ്ങി. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഇതാ വചനം. ഫറവോന്റെ പുത്രിയോട് പറഞ്ഞ് പടപടാ കുളിക്കടവിൽ ചെല്ലാ. ഇന്ന് രാത്രി ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് നിനക്കെതിരെ കൽപ്പന എഴുതിയോ അതേ കൊട്ടാരത്തിനകത്ത് നിന്ന് ഫറവോന്റെ പുത്രിയെ സ്വർഗത്തിലെ ദൈവം കുളിക്കടവിൽ അയച്ചെങ്കിൽ ഇന്ന് രാത്രി പ്രോമിസ് ഉള്ളവനെ തകർക്കുവാൻ ഒരു നൈൽ നദിക്ക് കഴിയത്തില്ല. കരമുയർത്തുന്നവർക്കായി സ്വർഗത്തിന് മോശയെ പറ്റി ഒരു പദ്ധതിയുണ്ട്. 40 വർഷം ഫറവോന്റെ കൊട്ടാരം, 40 വർഷം അമ്മായിയപ്പനായി ഇത്രോവിന്റെ ആട്, ഒരു 40 വർഷം ഇസ്രായേൽ ജനത്തെ അവൻ മേയിച്ചിട്ട് അവന്റെ ചുള്ളിവടിക്കകത്ത് അഭിഷേകം ഇറങ്ങുമ്പോൾ ചെങ്കടലിനെ വിഭജിക്കുവാൻ സ്വർഗത്തിന്റെ കരമുള്ളവനെ തകർക്കുവാൻ ഒരു നൈൽ നദിക്കും കഴിയത്തില്ല. കരം ഉയർത്തുന്നവർക്കായി വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു ക്യാൻസറിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ള ശിക്ഷനെ തകർക്കുവാൻ ഒരു തൈറോയിഡിന് കഴിയത്തില്ല. ഇന്ന് രാത്രി പറയണം, എന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ എന്റെ കുടുംബം തകരുക, രോഗക്കിടക്കയിൽ കിടക്കുക എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ആരും കരമുയർത്ത്. തിരമാല നിനക്കെതിരെ ആഞ്ഞടിച്ചാൽ, നിന്റെ പടക് മുങ്ങുമെന്ന് പറഞ്ഞാൽ, മോശ തകരുമെന്ന് ഇസ്രായേൽ പാളയം പറഞ്ഞാൽ, പിന്നത്തതിൽ മോശയെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ അവന്റെ പേടകത്തെ ചുമക്കുക. ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് പുത്രി അയച്ചെങ്കിൽ എന്റെ ദൈവം വിശ്വസനായ ദൈവം. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ഇവിടെ നമ്മുടെ കള്ളിക്കാട് പുഴയുണ്ട്, അല്ലെങ്കിൽ ബ്രായ്മൂട് പുഴയുണ്ട്, മണ്ഡപത്തിൻ കടവിൽ പുഴയുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മക്കൾ ഇവിടെ കുളിക്കാൻ വരുമോ? സഖാവ് പിണറായി വിജയന്റെ മക്കൾ വരുമോ? വരത്തില്ല അമ്മാമേ. ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മക്കൾ വരുമോ? വരത്തില്ല. എന്നാൽ വാഗ്ദത്തമുള്ളവന്റെ നിലവിളി സ്വർഗത്തിലെത്തിയാൽ ഇന്ന് രാത്രി ആരാ നമ്മുടെ ദൈവം? നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് കരമുയർത്തുന്നവർക്ക് പിണ്ടാകാരമായിരുന്നപ്പോൾ അവന്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ, നിയമിക്കപ്പെട്ട നാളുകളിൽ നിനക്ക് വേണ്ടിയതെല്ലാം ഒരുക്കെങ്കിൽ, സിസ്റ്റർ ഇന്ന് രാത്രി കരമുയർത്ത്. ഇരിക്കുന്നത് അറിയുന്ന ദൈവം, സഹോദര എടുക്കി നിൽക്കുന്ന അറിയുന്ന ദൈവം, ദൂരത്ത് നിന്ന് നിരൂപണങ്ങളെ ഗ്രഹിച്ചാക്കിയ ദൈവം,
ഇന്ന് രാത്രി ആകാശത്ത് കയറിയാലും അവന്റെ കരം നിന്നെ തേടിയെത്ത്. കരമുയർത്തുന്നവർക്ക് കീഴ പാതാളത്തിൽ കിടക്ക വിരിച്ചാലും അവന്റെ കരം നിന്നെ തേടിയെത്ത്. ഈരാലുമൂട്ടി പറ ഭൂകമ്പം വരട്ടെ, നിന്റെ വീട് വീഴുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. കീഴ ശാശ്വത ഭുജങ്ങൾ വെച്ചവനാ സ്വർഗത്തിലെ ദൈവം. ആകാശത്തിൽ നിന്ന് ഉൾക്ക വീഴട്ടെ. കരമുയർത്തി പറ, ഇയ്യോബിന്റെ ഭവനത്തെ വേലി കെട്ടി കാത്ത ദൈവം എന്നെ കാക്ക്. എന്ന് രാത്രി കരമുയർത്തുന്നവർക്ക് ദുഷ്ടപിശാച് നടുങ്ങട്ടെ. നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും. വചനമെടുത്ത് ഏതായാലും അന്ന് എന്നോട് അടുത്തു പെടുകയില്ല. എന്ന് രാത്രി പറ, സിംഹത്തിന്മേലും മണലിമേലും ഞാൻ ചവിട്ട്, പെരും പാമ്പിനെയും മെതിച്ചു കളയും. അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വാസത്തോടെ കരമുയർത്തമാമേ. ബാലസിംഹങ്ങൾ വിര കിട്ടാതെ വിശന്നിരിക്കും. കരമുയർത്തുന്നവർക്ക്, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ദുഷ്ടപിശാച് നടുങ്ങട്ടെ. സാഹചര്യം നോക്കിയല്ല, കഷ്ടത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും ഇന്ന് ഞാൻ ഒരുവനെ വാഴ്ത്ത്. ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്ത്. ഇന്ന് രാത്രി മോശയ്ക്ക് വേണ്ടി ഒരു കരമിറങ്ങിയെങ്കിൽ അന്ന് യഹൂദന്റെ കണ്ണുനീരിനകത്തൊരു കരമിറങ്ങും. അതാ അവൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. ഒന്നാമത്തെ ഇടവേളയിലേക്ക് എല്ലാവരും കേൾക്കണം. ഇനി വായിക്കണം. ശെഖര്യാ പ്രവചനം 14:4-5. പിന്നെ സ്വത്രാഴ്ച 10 മിനിറ്റ് മതി. ഈ ഒരു പോക്ക് ദൈവകൃപയാൽ പോയെങ്കിൽ എനിക്ക് എത്താൻ പറ്റൂ. മോള് വായിച്ചാട്ടെ ഈ വാക്യം. അവന്റെ കാൽ യെരൂശലേമിനെതിരെ, അവനാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ദാ കിടക്കുന്ന ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഞങ്ങൾ പാട്ട് പാടത്തില്ലേ ബദേലുകാർ? കഴിഞ്ഞ ദിവസം ഒന്നാമത്തെ രാത്രി ഓൺലൈനിൽ കിടപ്പുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ ഇവിടെ പാടി, ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു, പ്രാണപ്രിയൻ വരാറായി. ആര് കേട്ട്? സ്വോത്രം. ഇപ്പം നമ്മൾ ചട്ടി മാറും, കൊട്ട മാറും, കലം മാറും. സ്വോത്രം. പെന്തിക്കോസുകാർ ഓവർ കേട്ടുകൊണ്ടിരിക്കുക. സ്വോത്രം. ഒന്നാമത്തെ രാത്രി ലൈവ് ഇപ്പോൾ കുഞ്ഞുങ്ങൾ പാടിയത് അജിയുടെയിലും കനാലിലും കിടപ്പുണ്ട്. ഞങ്ങളിവിടെ കട്ടൻ ചായ കുടിച്ചപ്പം കേട്ടുകൊണ്ടിരുന്ന എൻ പ്രിയ രക്ഷകൻ. അത് കഴിഞ്ഞിട്ട് ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു, പ്രാണപ്രിയൻ വരാറായി. പെന്തിക്കോസ് ആ പാട്ടൊക്കെ ഉണ്ടോ? സന്തോഷമില്ലല്ലോ. നെടുങ്ങാടപ്പള്ളി ഈ അടുത്ത സമയത്ത് IPCയുടെ ഒരു കൺവെൻഷന് പോയി. ശോഭൻദാസ് വാസ് കേൾക്കണം, ദൈവമായിട്ട് കൊണ്ടുവന്ന, ഇത് കേൾക്കാൻ വേണ്ടി കൊണ്ടുവന്ന. സ്വോത്രം. അവിടെ ഇരിക്കട്ടെ. അന്ന് അവസാനം പാടി എൻ പ്രിയ രക്ഷകൻ നീതിയും സൂര്യനായി യെരൂശലേം തെരുവീതിയിലൂടെ. ഒരു 80-75 വയസ്സുള്ള അപ്പച്ചൻ യോഗം കഴിഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഞാൻ വിചാരിച്ച് മിക്കവാറും തീരുമെന്ന്. സ്വോത്രം. നല്ല വെയിറ്റുള്ള അപ്പച്ചൻ പറയും, 20 വർഷത്തിന് ശേഷം മക്കളെ ഇന്ന് ആദ്യമായിട്ടാണ് ഈ പാട്ട് കേട്ട് എന്തോ വേണമെന്ന്. സ്വോത്രം. 20 വർഷത്തിന് ശേഷം എൻ പ്രിയ രക്ഷകൻ. സ്വോത്രം. അപ്പച്ചൻ പറയാ പൈസ വേണം, എന്തോ വേണമെന്ന്. സ്വോത്രം. നല്ല കനം കൂടിയ ഒരു അപ്പച്ചൻ കർത്താവായിട്ടാണ് കൊണ്ടുവന്നത്. ഇന്ന് നമ്മുടെ പാട്ടെല്ലാം ചട്ടി മാറും, കൊട്ട മാറും, കലം മാറും. സ്വോത്രം. എല്ലാത്തിനും ദൈവം ശരിയാക്കും. സ്വോത്രം. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ പാടുന്ന ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞ് പ്രാണപ്രിയൻ വരാറായി. ദാണ്ട് ഇന്ന് രാത്രി അവന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. പ്രസംഗം. അടുത്ത വാക്ക് ഒലിവുമല ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. റിഫ്റ്റ് വാലി. ഇവിടെ 2 മിനിറ്റ് എല്ലാവരും കേൾക്കണം. ഇടവേളയിലേക്ക് പോവാ. ഒരു സംഭവം പറയുമ്പോൾ അവസാനിപ്പിക്കും. ഇടവേളയിൽ കേട്ടോ. 2009. എല്ലാ ചെറുപ്പക്കാരും കേൾക്കണം. നിങ്ങൾക്ക് വേണ്ടിയ മക്കളെ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാ. ലെറ്റ് ദ ടൈം വി വിൽ അപ്രീഷിയേറ്റ് ദീസ് പേഴ്സൺസ്. നിങ്ങൾ ഇന്ന് രാത്രി ഞാൻ അഭിനന്ദിക്കുക. ഈ വചനം നിങ്ങൾ കേൾക്കണം. ഒലിവുമലയുടെ പ്രത്യേകത എല്ലാവരും കേൾക്കണം. ഇസ്രായേലിനോട് ചേർന്ന് കിടക്കുന്ന ഒലിവുമലയിൽ ഇന്ന് വലിയൊരു ഹോട്ടൽ സംശയമുണ്ട്. അതിൻ്റെ പേരാ ഏറ്റവും 7 ആർച്ച് റിസോർട്ട്. നമ്മുടെ നമ്മുടെ നെയ്യാർ റിസോർട്ട് പോലെ. അതിൻ്റെ ഇപ്പുറത്ത് ഒരു സ്ഥലം കിട്ടിയായിരുന്നു. 2 ഹോട്ടൽ കമ്പനികൾ വളരെ സാവധാനത്തിൽ, ഷെറാട്ടൺ, ഹിൽട്ടൺ. അവർ ഏറിയൽ ഷാരോൺ 2009. ഈ ഓൺലൈനിൽ പോകുന്നുണ്ട് ഈ വർഷവും പറയുന്നത് 2009. ഇപ്പോൾ ആൾക്കാർ പ്രസംഗത്തിൻ്റെ കൂടെ ഗൂഗിൾ അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുക. സ്വോത്രം. നമ്മൾ കമ്പ്യൂട്ടറിൽ ഇന്നാളൊരു വർഷം തെറ്റിച്ച് പറഞ്ഞാൽ ഒരുത്തം പോസ്റ്റ് ഇട്ട് എനിക്ക് വിവരമില്ലെന്ന്. സ്വോത്രം. അവനോട് ഞാൻ തിരിച്ചു ചോദിച്ചാടാ, നിനക്ക് 2 മണിക്കൂർ പ്രസംഗിക്കാമെങ്കിൽ 10,000 ഞാൻ തരാമെന്ന് പറഞ്ഞു. സ്വോത്രം. ഒരു വർഷം എല്ലാം നമ്മൾ കമ്പ്യൂട്ടറാണെന്നോ ശോഭൻദാസ് പാസ്റ്റർ. ഈ തലയിൽ എത്ര ഓടിച്ചു വെക്കേണ്ട കാര്യം. ഒരു വർഷം തെറ്റിയാൻ എനിക്കെതിരെ പോസ്റ്റ് ഇട്ടു. സ്വോത്രം. CSIക്കാരല്ല, പെന്തിക്കോസുകാർ. സ്വോത്രം. CSIക്കാരെന്നെ വളരെ മര്യാദയുള്ളവരെ രഹസ്യമായിട്ട് വിളിക്കും. പാസ്റ്ററെ പറഞ്ഞതൊരു മിസ്റ്റേക്ക് കൊണ്ട് അവർ വളരെ മാന്യതയുള്ളവരാണ്. സ്വോത്രം. പെന്തിക്കോസുകാർ എപ്പോൾ റോക്കറ്റ് വിടുമെന്ന് നോക്കിയ. സ്വോത്രം. അങ്ങനെയെങ്കിൽ 2009 ഏറിയൽ ഷാരോൺ ഇസ്രായേലിലെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ 2 ഹോട്ടൽ ഷെറാട്ടണും ഹിൽട്ടണും വന്നു. അവർ പറഞ്ഞ് 99 വർഷം ലീസ്. നമ്മുടെ കൊച്ചി കിൻഫ്ര പാർക്ക്, ദുബായ് സ്മാർട്ട് സിറ്റി കൊടുത്തോല് അവർ പണി തുടങ്ങിയിട്ട് ഭൂമി കുഴിച്ചു. വെള്ളറുടെ കെട്ടിടം വെക്കാൻ ആശാരി, JCB, ടിപ്പറും ഒക്കെ മതി. പക്ഷേ കാട്ടാക്കട ഒരു ബിൽഡിങ് നെയ്യാറ്റിൻകര വെക്കണമെങ്കിൽ ഭൂമിയുടെ അടി പൈൽ ചെയ്യണം. അതാ ബാലരാമപുരത്തും നെയ്യാറ്റിൻകരയും വരെ രാത്രി ടക്ക് 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 വണ്ടിയുടെ ബോർഡോടെ വെച്ചിട്ടുണ്ട്, വണ്ടി മാറ്റി പാർക്ക് ചെയ്യണം. സ്വോത്രം. അതാ പൈലിങ്. അവർ പൈൽ ചെയ്തപ്പോൾ അമ്മമ്മ ഒരു കാഴ്ച കണ്ട്. ഒലിവുമല 2ആയി പിളർന്നിരിക്കുന്നു. നമ്പർ 1. രണ്ടാമത്തെ കാര്യം, ലോകത്തിലെ ഏറ്റവും വലിയ കൺസൾട്ടിങ് ഭൂമിയുടെ അടി ചെക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര് എഴുതിക്കോണം, ഹാൽക്കറോ. അവർ നമ്മുടെ കാരക്കോണത്ത് വായ്ക്കകത്തൂടെ ദാണ്ട് ഇങ്ങനെ എൻഡോസ്കോപ്പിക്ക് ട്യൂബ് ഇട്ടപ്പോൾ
കണ്ട കാഴ്ച, അതിനകത്ത് മുഴക്കം, ട്യൂബും വലിച്ച് അവർ സ്ഥലം കാലിയാക്കി. 2009 എൻ്റെ അമ്മമ്മേ അവിടെ ഒലിവുമലയും പിളർന്നു, അടിയിൽ മുഴക്കവും തുടങ്ങി. പെന്തിക്കോസുകാർ ഇപ്പോഴും ലോത്തിൻ്റെ ഭാര്യയുടെ കണക്കിരിക്കുക. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇതുവരെ കയ്യടി തുടങ്ങിയിട്ടില്ല. ഒലിവുമല കാന്തൻ്റെ വരവിന് വേണ്ടി റിഫ്റ്റ് വാലി 6000 കിലോമീറ്റർ ഒരു ഭൂകമ്പം ഉണ്ടാകാൻ പോവുക. എല്ലാരും കേട്ടോണം. അടുത്ത വാക്കോടുകൂടി ഇളവേല. വായിച്ചാട്ടെ മോള്, വായിച്ചാട്ടെ. മലയുടെ ഒരു പാതി വടക്കോട്ടും ഇറാഖ് തുടങ്ങി. വായിച്ചാട്ടെ. മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. അടുത്തത് എന്നാൽ മലകളുടെ താഴ്വര, മലകളുടെ താഴ്വര ആസൽ വരെ. ആസൽ. Which state Asal? The children's. You will keep up this message, the end time message. ആസല സൗത്ത് ആഫ്രിക്കയിലെ മൊസാംബിക്ക് 6000 കിലോമീറ്റർ ഒരു ഭൂകമ്പം ലോകത്തിൽ ഉണ്ടാകാൻ പോവുക. സ്വോത്രം. എവിടാ? ഇറാഖ് മുതൽ സൗത്ത് ആഫ്രിക്ക വരെ. അവൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ട്. The world is watching a calm, the thunder and striking. That earthquake is passing, starting Iraq. The end is come to Mozambique. 6000 കിലോമീറ്റർ ഒരു ഭൂകമ്പം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒന്നാമത്തെ ഇടവേള 5 സംഭവം ഇസ്രയേലിൽ നടക്കും. നമ്പർ 1 സൈന്യങ്ങൾ. 2 റഷ്യ ഇസ്രയേലിനെതിരെ. 3 ആകാശത്തിൽ മുഴുവൻ വിമാനങ്ങൾ. 4 യഹൂദൻ നിലവിളിക്കും. 5 അവൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. 6 ഒലിവുമല പിളരും. 7 6000 കിലോമീറ്റർ ഒരു ഭൂകമ്പം ഉണ്ടാകും. ഇതെല്ലാം ഇസ്രയേൽ നടക്കും. മക്കളെ, ഇതെല്ലാം അവിടെ നടക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു സംഭവം ഉണ്ടാകും. ആ ഭൂമി അവിടെ കുലുങ്ങുന്നതിന് മുമ്പ് ഇവിടെ കള്ളിമൂട്ടിൽ ഒരു സംഭവം ഉണ്ടാകും. അതിൻ്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം. കരമുയർത്തുന്നവർക്കായി പ്രധാന ദൂതന്റെ ശബ്ദം. ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാറായി. കരമുയർത്തുന്നവർക്കായി കാലം സമീപം. ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. ട്രംപും എലോൺ മസ്കും മോഡി സാറും ബെഞ്ചമിനെ തന്നെയാവും. അവരൊരുമിക്കുമ്പോൾ ഒരു മൈക്രോ ചിപ്പും 3 ലോകമകായിത്വം വരാറായി. അതിനു മുമ്പ് തന്റെ ചങ്കില ചോരയ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാ എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. കള്ളിമൂടി രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ എൻ്റെ കർത്താവ് മടങ്ങി വരും. ആദ്യത്തെ ഇടവേള. ഇനി 2 വാക്യം കൂടെ ഉള്ളത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം. എന്താ? നമ്മുടെ ഇവിടെ ഈ ഫെബ്രുവരി മാസത്തെ ഒരു പരിപാടിയുണ്ട്. പോളിയോ വാക്സിൻ. എത്ര പേർക്ക് മനസ്സിലാവുന്നു? കേട്ട എത്ര പേരുണ്ട്? പോളിയോ കണ്ടുപിടിച്ച ആരാ? ചായ ഒന്ന് ഫ്രീ തരണം. എഴുതിക്കോ മോളെ. ജോൺ ലിറ്റിൽ വാക്സ് യഹൂദനാ പോളിയോ കണ്ടുപിടിച്ചത്. പോളിയോ എന്തിനാ? 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിനകത്ത് കാല് മുടന്തി കൊടുക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാറും നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അനുവദിക്കത്തില്ല. അതുകൊണ്ടല്ലേ വെള്ളറ ഗ്രാമപഞ്ചായത്തുകാർ, ചെമ്പൂർ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ കുഞ്ഞുങ്ങളെ കൊണ്ടുവരൂ. 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുവരും. 2 സഹോദരിമാർ വീട്ടിനകത്ത് സ്റ്റിക്കറുമായിട്ട് നടക്കുക. കൊച്ചുങ്ങളെ കൊണ്ടുവരിക. കിളിയൂരി കൊടയായിട്ട് കാത്തിരിക്കുക കുഞ്ഞിനെ കൊണ്ടുവരിക. അന്ന് കള്ളിമൂട്ടിലെ സിന്ധു കൊച്ചിനെയും കൊണ്ട് പാറശാല ഷീല കല്യാണ മണ്ഡലത്തിൽ ചിക്കൻ തിന്നാൻ പോകുന്നത്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്ന സ്തോത്രം. പിന്നെ നിൻ്റെ കൊച്ചിന് പോളി വന്നിട്ട് കർത്താവിനെ കുറ്റം പറയരുത്. നീ കൊടുക്കാതിരുന്നത് എന്നിട്ട് ശീലാമല്ല കല്യാണ മണ്ഡലത്തിൽ ചിക്കൻ കാലി എൻ്റെ കൊച്ചു കിടക്കും. സ്തോത്രം. എന്താ പോളിയോ? മനുഷ്യകുലത്തിനകത്ത് 5 വയസ്സിൽ താഴെയുള്ളൊരു കുഞ്ഞ് കാല് മുടന്തി കിടക്കാൻ ഇവിടുത്തെ ഗവൺമെൻറ് അനുവദിക്കത്തില്ല. അങ്ങനെയെങ്കിൽ വരാൻ പോകുന്ന പോളിയോയ്ക്കുള്ള മരുന്ന് പോളിയോ വാക്സിൻ. അങ്ങനെയെങ്കിൽ മനുഷ്യകുലത്തിനൊരു പോളിയോ വന്ന് കള്ളിമൂട്. അതിൻ്റെ പേരാ പാപം. കള്ളുകൂടി, കഞ്ചാവ്, പക, പിണക്കം, ഇതല്ല. ഇതിനൊരു വാക്സിൻ തരാൻ പറ്റുമോ? പറയാം. കള്ളിമുട്ടി ഒരു പയ്യൻ അവൻ ചെന്ന് കാട്ടാക്കട താലൂക്ക് ആശുപത്രി ചെന്ന് ഡോക്ടറോട് പറഞ്ഞു എനിക്ക് പാപമുണ്ട്, മരുന്ന് തരണം. പുള്ളി പറഞ്ഞ് പുറത്ത് പോയിക്കോളാം. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് അവൻ നമ്മുടെ തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയിൽ ചെന്ന് ചീഫ് ഫിസിഷ്യനെ കണ്ട് സാറ് എൻ്റെ ശരീരത്തിൽ പാപമുണ്ട്, ആൻറ്റിബയോട്ടിക് തരാൻ പൊക്കോളാം. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് പേരൂർക്കട ഗവൺമെൻറ് ആശുപത്രിയിൽ ചെന്ന് അമോക്സിലിൻ ആൻറ്റിബയോട്ടിക് തരാൻ പുള്ളി പറഞ്ഞു. അപ്പം പറഞ്ഞു മെഡിക്കൽ കോളേജിൽ ആരെങ്കിലും കീറി നിൻ്റെ പാപം മാറ്റുമെന്ന്. സ്വോത്രം. അപ്പം മെഡിക്കൽ കോളേജിൽ ചെന്ന് സർജനെ കണ്ട് സാറ് എൻ്റെ ഉള്ളിൽ പാപമുണ്ട്, സർജറി ചെയ്ത് പാപത്തെ മാറ്റണം, രക്ഷയില്ല. 4ാമത് 5 ആരാണ്ട് പറഞ്ഞ് RCC ചെന്നാൽ അത് റേഡിയേഷൻ അടിച്ച് എൻ്റെ പാപം കരിച്ചു കളയുന്നു. സ്വോത്രം. റേഡിയോളജി യൂണിറ്റ് അവൻ ചെന്നു. അവിടെ പറഞ്ഞ് എൻ്റെ പാപത്തെ കരിക്കാൻ റേഡിയേഷൻ അവരും കളഞ്ഞു. ഇന്ന് രാത്രി നിന്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പാരാസെറ്റമോളുമില്ല, ആൻറ്റിബയോട്ടിക്കുമില്ല, സർജറിയില്ല, റേഡിയേഷനുമില്ല. പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഇന്ന് രാത്രി കള്ളിമൂട്ടിനകത്ത് ഒരു വാക്സിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അതത്രേ
കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കരമുയർത്തുന്നവർക്ക് നിന്റെ സകല പാപമല്ല സകല പാപം 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്ത് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി വീട്ടിനകത്തോ റോഡിനകത്തോ മദ്യപാനി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരാ ജീവിതം തകർന്ന സഹോദരി ഇന്ന് രാത്രി വിളിച്ചു പറ ആട്ടിൻകുട്ടിயின் രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ യാർ ഒന്ന് കരുത്ത കൂപ്പി കർത്തർക്ക് മാഗ്യമൈ കൊടുക്ക ഉൻ പേരെ ജീവൻ പുസ്തകത്തിൽ ചേർക്ക് എൻ്റെ യേശു വരാറായി. ജെറുസലേം 2 പരിഭ്രമപാത്രം, 3 ഭാരമുള്ള കല്ല്, 4 ജാതികൾ വിരോധമായി കൂടി വരും, 5-ാമത്തെ ഒരു ഭാഗം 2 വാക്യം കൂടെ അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. അത് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ഇടവേള, ഇന്നൊരു 10 മിനിറ്റ് കൂടെ മുമ്പോട്ട് ദൈവമക്കളെ നാളെ യോഗമില്ല 2 വാക്യോടെ പറയണം. ഈ സമയം എന്താ സന്തോഷമില്ലല്ലോ. സന്തോഷമുള്ളവർ കരങ്ങളെ അടിച്ച് ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മുടെ ഏക ആശ്രയം നമ്മുടെ കർത്താവ് മാത്രമാണ്. ആ കുഞ്ഞു പാടിയത് എത്ര ആർത്തവത്ത്. ലോകക്കാർ കൈവിടും, നാട്ടുകാർ കൈവിടും, വീട്ടുകാർ കൈവിടും, കൈവിടാത്ത ഒരുവൻ നമ്മുടെ കർത്താവ് അന്ത്യം വരെ വഴി നടത്തും. ഒരു ഭാഗവും കൂടെ 3 വാക്യങ്ങൾ 20 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും. കുഞ്ഞുങ്ങൾ 10 മിനിറ്റോട് എല്ലാ ദിവസവും 9:35 9:45 തീർക്കുക. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. അന്നാളിൽ ജെറുസലേം ഒരു പരിഭ്രമപാത്രം, ഭാരമുള്ള കല്ല്, ജാതികൾ വിരോധമായി കൂടി വരും, അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. ആ ഭാഗമാ 6000 കിലോമീറ്റർ ഒരു ഭൂകമ്പം ഉണ്ടാകും. ഈ ഭൂകമ്പത്തിൽ എന്ത് സംഭവിക്കും? 3 പഠനക്കാരും കൂടെ പറയുമ്പോൾ അവസാനിപ്പിക്കും. എസക്കേൽ പ്രവചനം 38 19 20 വാക്യങ്ങൾ കുഞ്ഞു വാക്യങ്ങൾ വായിച്ച് സഹായിക്കും. എസക്കേൽ 38 19 20 അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുമെന്ന്. ഇതാ കാന്തന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടുമ്പോൾ എൻ്റെ പൊന്നു മക്കളെ ഇതൊക്കെ നിങ്ങൾ കേൾക്കണം. എന്നെ ഇത് പഠിപ്പിച്ച IPCയിൽ ഒരു നല്ല അച്ചായന കേക്കെ ചെറിയ അച്ചായൻ സ്വോത്ര അന്നേ എന്നോട് പറഞ്ഞ് മക്കളെ ഇതാരും പറയത്തില്ല, നീ എങ്കിലും നോട്ട് എഴുതിയെടുക്കാൻ. സന്തോഷമില്ലല്ലോ സ്വോത്ര. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. ഞാനും വിചാരിക്കുന്ന എന്നെ കാനാവിലെ കല്യാണത്തിലോട്ട് മാറിയാലോ എന്നോ സ്വോത്ര. അതുകൊണ്ടാണ് കയ്യടി വളരെ കുറവാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി അത് ക്ലിയറായിട്ട് കേൾക്കണം. അന്നാളിൽ ഇസ്രായേൽ ദേശത്തൊരു വലിയ ഭൂകമ്പം, സാധാരണ ഭൂകമ്പമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 6000 കിലോമീറ്റർ ഭൂമി വിണ്ട് കീർന്ന ദ ഹെവി എർത്തിക്കൊക്കെ സ്റ്റാർട്ടഡ് അറ്റ് ഇറാഖ്. ദ എൻഡ് പോയിന്റ് ഈസ് കം ടു സൗത്ത് ആഫ്രിക്ക, മൊസാംബിക്ക്. ഇത്രയും വലിയൊരു ഭൂകമ്പം ഉണ്ടാകുന്നത്. അടുത്തത് അന്നത്തെ വിഷയം വായിച്ചാട്ട് മക്കളെ. ഞാൻ എന്റെ തീഷ്ണതയിലും കർത്താവാ, ഇത് ഞങ്ങൾ ആരുമല്ല, ഞാൻ എന്റെ തീഷ്ണതയിലും എന്റെ കോപാഗ്നിയിലും സ്വർഗം അരുളി ചെയ്യുന്നു. അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും കപ്പൽപ്പട, സമുദ്രത്തിൽ സുനാമി ഉണ്ടാവും, ഭൂകമ്പം ഉണ്ടായ മുന്നറിയിപ്പ്. ഈ നാവികസേനയുടെ മുഴുവൻ കപ്പൽപ്പടയും തകരും. അടുത്തത് ആകാശത്തിലെ പറവയും. ദാണ്ട ശംഖുമുഖ എയർപോർട്ടിൽ ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞാൽ പ്ലെയിൻ വന്നിറങ്ങിയാൽ കത്തും, നിന്നാൽ എണ്ണ തീർന്നതും കത്തി താഴെ വീഴും. ആകാശത്തിലെ പറവ, കാട്ടിലെ മൃഗവും. ആകാശത്തിലെ പറവയെന്ന് പറയുന്നത് പരുന്തും പ്രാവും ഒന്നുമല്ല, യുദ്ധവിമാനം മുഴുവൻ വീഴും, റൺവേ കട്ടാവും. അടുത്തത് കാട്ടിലെ മൃഗം. കാട്ടിലെ മൃഗം അരിക്കൊമ്പനും ചക്കക്കൊമ്പനുമല്ല, തീവ്രവാദികൾ. ദാണ്ട് ഇന്നിരിപ്പുണ്ട് ആ ജെയ്ഷെ മുഹമ്മദ്, താലിബാൻ, ഹമാസ്, പലരും കാട്ടിനകത്തിരിപ്പുണ്ട്. ഭൂഗർഭറിയിരുന്ന പുള്ളിക്കാരന്മാരാ. ഭൂകമ്പം ഉണ്ടായ എല്ലാവനും ചാടുവന്നു. സ്വോത്രം കണ്ടില്ലേ? ഭൂമിയുടെ അടി അറ തുറന്ന ഹമാസ് പോരാളികൾ ഇരുന്നത്. ഭൂകമ്പം ഉണ്ടായ തന്നെ ചാടി വരുമെന്ന്. കാട്ടിലെ മൃഗവും. അടുത്തത് നിലത്തിഴയുന്ന ഇഴജാതിയൊക്കെയും. ഇവിടുത്തെ BSF CISF കരപ്പട്ടാളക്കാരും മുഴുവൻ യഹോവയുടെ സകല മനുഷ്യരും എന്റെ സന്നിധിയിൽ വിറയ്ക്കും. അന്നാളിൽ ബാക്കി ഞാൻ അന്നാളിൽ മലകൾ ഇടിഞ്ഞു പോകും. കിടക്കുന്ന അമ്പൂരി മല പണ്ട് പോയതുപോലെ ഈ ഭൂകമ്പത്തെ എല്ലാ മലയിടിയും. അടുത്തത് കടുംതൂക്കങ്ങൾ വീണു പോകും. എല്ലാ കെട്ടിടങ്ങളും അമ്പര ചുംബികൾ മിണ്ടുന്നില്ലല്ലേ, ചൂള പോലെ കത്തുന്ന നാൾ വരുന്നിതാ. എവിടെ പോയെന്നറിയത്തില്ല. അമ്പര ചുംബികൾ വീഴുമെന്ന്, കടുംതൂക്കുകൾ വീഴുമെന്ന്. ഇതാ യഹോവയുണ്ടാക്കിയ ദിവസം, കുഞ്ഞാടിൻ്റെ കോപ ദിവസം. ഇന്ന് രാത്രി ബാക്കിയൂടെ കേട്ടോ, ബാക്കി തൊടുന്നില്ല. വെളിപ്പാട് 9:6 വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. അക്കാലത്ത് ജീവനുള്ള മനുഷ്യൻ മരണം അന്വേഷിക്കും. കരമുയർത്തുന്നവർക്കായി മരണം അവരെ വിട്ടോടും, അവർ മരിപ്പാൻ കൊതിക്കും. അങ്ങനെ ഒരു കാലം വരാറായി. പട്ടാളക്കാർ വീഴും, വിമാനം വീഴും, കപ്പലുകൾ വീഴും, അമ്പരചുംബികൾ വീഴും, കടുംതൂക്കുകൾ വീഴും. അന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ മരണത്തിന് വേണ്ടി ഓടും. മരണം അവരെ വിട്ടോടിപ്പോകും. വരാനിരിക്കുന്ന കഷ്ടതയിൽ നിൽക്കണോ, യേശുവിൻ്റെ വരവിൽ പോകണോ? രക്ഷയുടെ വാതിലുകൾ അടയാറായി. ഈ ദേശത്ത് സത്യസുവിശേഷം കേട്ടു
ഇനി അവസാന ദിനങ്ങൾ അടുത്തുപോയി. സമയങ്ങൾ മുഴുവൻ കാന്തൻ്റെ വരവിൻ്റെ. പത്രം നോക്കിയാൽ, മീഡിയ നോക്കിയാൽ യെരുശലേമില്ലാത്തൊരു വാർത്തയില്ല, ഇസ്രയേലില്ലാത്ത ഏഷ്യാനെറ്റ് ന്യൂസില്ല. 24-ലായാലും മനോരമയിലായാലും, പണ്ട് BBC CNN ആയിരുന്നു. ഇന്നെല്ലാ വാർത്തകളിലും ഇസ്രയേലിനെ പറ്റി ഒരു വാക്ക് കാണും. അത്തി തളിർത്തു, കൊമ്പിളതായി, വേനലെടുത്തു. വീട്ടിൽ വരുന്ന പേപ്പറിനകത്ത് മൊത്തം ആദ്യത്തെ പേജ് ഇസ്രയേലിനെ പറ്റി കാണും. അത് വേനലിലേക്ക്, ഒരു അന്തിമ യുദ്ധത്തിലേക്ക് വരാനിരിക്കുന്ന ന്യായവിധി നിൽക്കണോ? സ്വോത്രം അല്ല. കാന്തൻ്റെ വരവിൽ പോയില്ലെങ്കിൽ, ആറ്റമായുധം പൊട്ടിയാൽ മനുഷ്യൻ്റെ അവസ്ഥയും കൂടെ മോളെന്ന് വായിച്ചാട്ട് ഒരു വാക്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. യെശയ്ക്കേൽ പ്രവചനം 39:14-15. ആകാശത്തിലെ ആറ്റങ്ങളെല്ലാം പടപടാ പൊട്ടും. മോള് വായിച്ചാട്ട്. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന്, അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ, ആറ്റമായുധം പൊട്ടിയാൽ ശവങ്ങളെ അടക്കാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും. അതായി കോവിഡ് മരിച്ച സമയത്ത് അച്ഛനെ അമ്മാമ്മ എല്ലാം അടക്കാൻ വന്നത് 6 ചെറുപ്പക്കാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ചൊവ്വായി പോകുന്നതല്ല, മാസ്കുമായിട്ട്. അവന്മാർ ഈ കോവിഡ് ഒരു തുടക്കം, ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന്. ആകാശത്തിലെ വിമാനം തകരും, കടലിലെ കപ്പൽപ്പട CISF മുഴുവൻ കത്തും. അത് കഴിഞ്ഞിട്ട് കാട്ടിലെ മൃഗങ്ങളും എല്ലാം, ഈ തീവ്രവാദികളെല്ലാം മരിച്ചു വീഴും കിടങ്ങുകളിനകത്ത്. ശവമടക്കം. വായിച്ചിട്ട് മക്കളെ, അടുത്ത 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. ഇന്ന് രാത്രി നിങ്ങളുടെ സ്നേഹത്തിൽ വളരെ താഴ്മയോടെ, എനിക്കും ശ്വാസത്തിൻ്റെ വേരിയേഷൻ, ഏഷ്യാനെറ്റിൽ ഒരു പെൺകുട്ടിയുണ്ട്, അളകനന്ദ. ഗൂഗിളിൽ ടൈപ്പ് ചെയ്തിട്ട്, എല്ലാവരുടെയും മൊബൈലുണ്ടല്ലോ, ഗൂഗിളിൽ ടൈപ്പ് ചെയ്തിട്ട് അളകനന്ദയോട് ചോദിക്കണം. റഷ്യയിലെ ശവമടക്കം, ഉക്രൈനിലെ ശവമടക്കം. 24 ഒരു ചെറുപ്പക്കാരനുണ്ട്, PP ജെയിംസ്. അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി, അവരടിച്ച് കാണിച്ചു തരും. വഴിനീള കടപ്പുണ്ട് ഉക്രൈന്. എവിടാ? കീവും, ഓർക്കീവും, മരിയാപ്പോൾ, ഒഡേസ, സപ്രോഷ്യ. ശവമടക്കാൻ സമയമില്ല, യുദ്ധത്തിന് പോ, ശവമടക്കുമോ? സ്വോത്രം. വഴിയരികെ മനുഷ്യന്റെ ശവം കിടക്കുന്ന കാലം. അടുത്ത വാക്ക്. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ, പോളിയോ കൊടുത്തതിന് ശേഷം വാക്സിനേഷൻ സൗകര്യമാർ വരും. കുഞ്ഞിന് പനിയുണ്ടോ, ചുമയുണ്ടോ, വാക്സിൻ എടുത്ത വീട്ടിലോട്ട് വരത്തില്ലയോ? ചേട്ടന് ഇപ്പോൾ ആരോഗ്യസ്ഥിതി ഉണ്ട്, കാലുവേദന ഉണ്ടോ, നെഞ്ചുവേദന ഉണ്ടോ? അതുപോലെ യുദ്ധം കഴിഞ്ഞ് ഈ റെസ്ക്യൂ ടീം വരും. ദാ കിടക്കുന്ന റെസ്പിറേറ്ററി റെസ്ക്യൂ ടീം, ഇംഗ്ലീഷിൽ. അവരിങ്ങോട്ട് വരും ആശ്വാസത്തിന്. കാണുന്നത് മനുഷ്യൻ്റെ അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്തി കണ്ടാൽ, അച്ഛൻ്റെ ബോഡിയൊന്നും കിട്ടിയാൽ എത്ര ആറ്റമായതോ, 18,000 ആറ്റമായതല്ലേ ഇരിക്കുന്നത്. ഇതെല്ലാം കൂടെ പൊട്ടിയാൽ ബോഡിയൊന്നും കിട്ടത്തില്ല. പരവൂർ, പുറ്റിങ്ങൽ, ഞങ്ങളുടെ നാട്ടിലെ 137 തീർന്നത്. പൊട്ടാസ്യം നൈട്രേറ്റ്, കൈവേറെ, കാലുവേറെ. 5 വരെക്കാലം CSI ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ വെടിവെപ്പ് നടന്നു. സ്വോത്രം. രാവിലെ 5:30 വെള്ളറുടെ നിന്ന് വണ്ടിയിൽ പോയി ഞാൻ അവിടെ കണ്ട്. എൻ്റെ സഹോദരൻ്റെ മകനെന്ന് കൊല്ലം CI ഇന്ന് വിജിലൻസ് DYSP. അവൻ എന്നെ കൊണ്ടുപോയി കാണിച്ച്, അന്ന് ആദ്യമായിട്ടായി മാസ്ക് എൻ്റെ മൂക്കി കയറുന്നു. സ്വോത്രം. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. കോവിഡല്ല, ഞങ്ങളുടെ നാട്ടിൽ കണ്ടത് കൈവേറെ, കാലുവേറെ. സ്വോത്രം. മാമ പൊട്ടിയത് പൊട്ടാസ്യം നൈട്രേറ്റാ, തോറിയല്ല, ലിഥിയല്ല, യുറേനിയല്ല. ശ്രീലങ്കയിൽ തമിഴ് പുലികളുടെ നേതാവ് വേലുപ്പിള്ള പ്രഭാകരൻ. അടിച്ചാൽ മതി, ഗൂഗിളിനോട് ചോദിക്കണം. വേലുപ്പിള്ളയുടെ അടക്കം പട്ടിക്കോലവയിലാണ് കടന്നത്. 6 മാസം കഴിഞ്ഞ് ജാഫിനെ കൊണ്ടുപോയത് കടലിൽ കൊണ്ട് കുത്തി താഴ്ത്തി കളഞ്ഞു. റേഡിയേഷൻ ഏറ്റ മൃതദേഹം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ, കേട്ടോ, അടക്കം ചെയ്യുന്നവർ. വായിച്ചാട്ട്, കള്ളിമൂട് കേട്ടാട്ട്. അതിനരികെ ഒരു അടയാളം വയ്ക്കും. അതിനരികെ ഒരു അടയാളം നമുക്ക്. തൊടത്തില്ല, റേഡിയേഷനാ. കെമിക്കൽ പൊട്ടിയ റേഡിയേഷനാ, തൊടത്തില്ല. അതിനരികെ ഒരു അടയാളം വെക്കും. അടുത്ത അടക്കം ചെയ്യുന്നവർ. ഇസ്രയേലിന്റെ ഹാമോൻ ഗോഗ് CSIയുടെ സെമിത്തേരി കൊണ്ടുപോയല്ല, വീട്ടരിയത്ത് കല്ലറ വെക്കിയല്ല. ഇന്ന് രാത്രി വെറൈറ്റി മാർബിളിൽ നിന്ന് കൊണ്ടുവരത്തില്ല. അച്ഛൻ വരത്തില്ല, പാസ്റ്റർ വരത്തില്ല, ഐമേനി വരത്തില്ല, തിരുമേനി വരത്തില്ല. മലയാളം. ഈ കൺവെൻഷൻ കള്ളിമൂട് അവസാനിക്കുന്നു. ഈട്ടിപ്പെട്ടി കയറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, നഗരം ചുറ്റത്തില്ല, ശോശപ്പീഠത്തില്ല, ഇരുത്തിയടക്കത്തില്ല, കിടത്തിയടക്കത്തില്ല. അതിനുശേഷം വെറൈറ്റി മാർബിളി നാറായിപ്പി കാണിയല്ല, കട്ടൻ ചായയും പരിപ്പൂടെയും കാണത്തില്ല. വഴിയരികെ കിടക്കുന്ന എല്ലും കൂടം. ഇവിടെ നെയ്യാറെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഞാൻ ആൾക്കാരെ ശാരപ്പെടുത്തിയിട്ടുണ്ട്. പന്ത, ആടുവല്ലി, നല്ല എക്കല്. അവിടെ കൊണ്ടുപോയി മനുഷ്യനെ കൊണ്ടുപോയി കുത്തി താക്കുന്ന കാലം വരാറായി. ഇന്ന് രാത്രി കള്ളിമൂട് ഗീരാലുമൂടെ വരുവാനിരിക്കുന്ന കഷ്ടത്തിൽ നിൽക്കണോ, യേശുവിൻ്റെ വരവിൽ പോകണോ? ഇന്ന് രാത്രി കരമുയർത്ത്. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. കരമുയർത്തുന്നവർക്കായി ഇതാകുന്നു രക്ഷാ ദിവസം. ഈ സത്യവചനം 3 ദിവസം ഈ മരങ്ങൾ സാക്ഷിയാ. ഈരാലുമൂട്ടി മരം മുറിച്ചാലും ശരി, ഈ മരങ്ങൾ കല്ലും മണ്ണ് സാക്ഷിയാ. ഈരാലുമൂടെ ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ നീ നിൽക്കുമ്പോൾ കണക്ക് പറയേണ്ടി വരും. കേട്ടില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. വരാൻ പോകുന്ന സംഭവങ്ങൾ. ഇന്ന് രാത്രി വരാനിരിക്കുന്ന കഷ്ടത്തിൽ നിൽക്കണോ, യേശുവിൻ്റെ വരവിൽ പോകണോ? എന്നാ നമ്മുടെ പ്രത്യാശ എന്താ? നമുക്ക് വല്ല പ്രത്യാശയുണ്ടോ?
നമുക്ക് ഇവിടം വിട്ട ഒരു വീടുണ്ടോ? പറഞ്ഞ് അവസാനിപ്പിക്കാം. യോഹന്നാൻ 14:1-2-3. എല്ലാവരും സയൻസ് എഴുതിക്കോണം, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. യോഹന്നാൻ 14:1-2-3. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ഇതൊന്നും കണ്ടിട്ട് അപ്പച്ച അമ്മച്ചി ശൗരി മോനെ ഹൃദയം കലങ്ങരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ. യേശുക്രിസ്തുവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മാളികമുറി പ്രഭാഷ ക്രൂശീകരണത്തിന് മുമ്പ് അടുത്തത് എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിൻ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. മോളൊന്ന് ഷോട്ട് അവിടെ നിർത്തിയാട്ട്. അത് മലയാളം ബൈബിളിൽ ഒരു കറപ്ഷൻ വന്നതാ. അനവധി വീടുണ്ട്. അരുമയാണ് തമിഴ് ബൈബിൾ பேசுகிறது. அப்பா வீட்டுக்கே கொட்டாரம் இருக்குது. உன் கையிலே இங்கிலீஷ் பைபிள், நீங்கள் கையில் இங்கிலീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ വായിക്കുമ്പോൾ മൈ ഫാദേഴ്സ് ഹൗസ് ബൾക്കോ പാലസ്, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ കൊട്ടാരം ഉണ്ടെന്ന്. അതെല്ലാം ഒന്ന് റെഡിയാക്കാൻ പോയിരിക്കുക, മെയിൻ്റെനൻസിന് പോയിരിക്കുക കർത്താവ്. അടുത്തത് വായിച്ചാട്ടെ. ഞാൻ പോയി, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ, ഞാൻ പോയി നിങ്ങൾക്ക് ആ വീടൊരുക്കിയാൽ, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്, ഞാൻ ഇരിക്കുന്നിടത്ത് കള്ളിമൂടുകാരും ഇരിക്കേണ്ടതിന്, പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കരമുയർത്താൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഏക സത്യദൈവം യേശു മാത്രം കരമുയർത്തുന്നവർക്കായി ഉലകത്തിലെ മകാന്മാരെല്ലാം ഇന്ന് രാത്രി കല്ലറയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തേടിത്തന്ന ബാപ്പുജിയും നെഹ്റുജിയും ഇന്ദിരാജിയും രാജീവ് ഗാന്ധി രാജ്ഘട്ടിൽ കിടക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ കാറൽ മാർക്സും ഏംഗൽസും ബ്രിട്ടനകത്ത് റഷ്യക്കകത്ത് ക്രിസ്റ്റാനിലും കിടക്കുമ്പോൾ ഇന്ന് രാത്രി ചാങ്കൂറ്റത്തോടെ ധൈര്യത്തോടെ ആവേശത്തോടെ ഞങ്ങൾക്ക് കള്ളിമൂടിൽ പറയാം, പടിഞ്ഞാറെ പലസ്തീനിലെ ചരിവിൽ അരിമത്തക്കാരനായ യോസഫിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു. എഴുതി വച്ചിരിക്കുന്ന അവൻ ഇവിടെ ഇല്ല, മരിച്ചവരിൽ ആദ്യമല കക്ഷയായി അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമതും മടങ്ങി വരും. ഇസ്രായേലി, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നിർത്താൻ പോവുക വേണ്ടേ? സോളാർ പ്ലാനറ്റ്, ഒരു സയൻസ് കൂടെ കുഞ്ഞുങ്ങൾ, കറക്റ്റ് സമയം. സോളാർ പ്ലാനറ്റിൽ 6000 കോടി വാസയോഗ്യ ഗ്രഹങ്ങൾ. അതിൻ്റെ അർത്ഥം 9 ഗ്രഹം ഉണ്ടായിരുന്നു മധ്യാകാശത്തിൽ. ഇതാണ്ട് ജീവിക്കാൻ വേറെ പോകുന്ന ഭൂമി. ഏതാ 9 ഗ്രഹം? പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പാടുന്നവർക്കറിയാം. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, വെള്ളി, ശനി, ഞായറാണ്. അതാണോ ഗ്രഹം? സന്തോഷമില്ലല്ലോ, സ്വോത്രം. ചെമ്പൂര് സ്കൂളിൽ പോയപ്പം വഴിയിൽ നിന്ന് മാങ്ങ എറിയരുത്, മനസ്സിലാകുന്നവർക്കായി. കെമിസ്ട്രി ടീച്ചറും ഫിസിക്സ് ടീച്ചറും പഠിപ്പിക്കുമ്പം കേട്ടോണം. 1 ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറനാസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. 9 നവഗ്രഹമായിരുന്നു മലയാളം. അതിലിപ്പോൾ 8 ഗ്രഹമായി. നാളെ ജോഗ്രഫി ടീച്ചറോട് ചോദിക്കണം, എൻ്റെ പേര് പറഞ്ഞാൽ മതി, അവരും കേട്ടുകൊണ്ടിരിക്കുക. സ്വോത്രം. ഇപ്പോൾ 9 ഗ്രഹം പോയി. അവിടെ 6000 കോടി വീട്, 5 കമ്പാർട്ട്മെൻറ്റ്. 1 മരിച്ചവരിൽ ആദ്യഫലക്കറ്റെ ക്രിസ്തു, 2 സഭയാകുന്ന മണവാട്ടി, 3 പീഡാകാല രക്തസാക്ഷികൾ, 4 പഴയ നിയമ വിശുദ്ധന്മാർ, ഹാബേൽ മുതൽ ക്രൂശിലെ കള്ളൻ വരെ പഴയ നിയമ വിശുദ്ധന്മാർ, 5 2 ചേട്ടന്മാർ ഇങ്ങോട്ട് വരും, ഹാനോക്കും ഏലിയാവും. മരിച്ചു കിടക്കുന്ന 9G ലോകം കാണും അവരുടെ ഡെഡ് ബോഡി. അവർ ഉയർത്തെഴുന്നേൽക്ക്. അവരെ ചേർത്ത് 6000 കോടി വീട് മധ്യാകാശത്തിൽ ഒരുങ്ങി. സഹോദരാ, വീടൊരുങ്ങി. ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ? അച്ചായ, ആ വീട് ഇന്ന് രാത്രി റെഡിയായി. ISRO അമ്മാമേ, ഇന്ന് രാത്രി വീടൊരുങ്ങി. ആ വീട്ടിൽ പോകണോ ഇവിടെ നിൽക്കണോ? മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. ഇങ്ങനെ നിന്നാ ഇവിടെ നിൽക്കാം, കര ഉയർത്തുന്നവർക്കായി. സ്വോത്രം. ആ വീട്ടിൽ ആര് പോകും? യാർ അന്ത വീട്ടുക്കുള്ള പോകും. സ്വോത്രം. കരമുയർത്തുന്നവർക്കായി. സ്വോത്രം. ഇവിടെ നിൽക്കേണ്ടവർ ഇവിടെ നിന്നാൽ മതി. സ്വോത്രം. ഇന്ന് രാത്രി ടിക്കറ്റ് കൊടുക്കാൻ പോവാ. AC സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റ് ഇന്ന് എടുത്തോണം. സ്വോത്രം. അതുകൊണ്ട് അവസാന സന്ദേശം. അപ്പോൾ ആ വീട്ടിൽ പോകണമെങ്കിൽ ഇനി ഒരു കാര്യം കൈ ഉയർത്തണം. വെളിനാട്ടിൽ വേല പാക്കരുത്. ഗൾഫ് രാജ്യത്ത് പോയി ആരെങ്കിലും ഉണ്ടെന്ന് കൈ ഉയർത്തിയാട്ട്. ശൗര്യമാരോ അയ്യോ ആരും പോയിട്ടില്ല. പലരും കൈ ഉയർത്തും. ശോഭൻദാസ് ബോസ് ശൗര്യമാർ പഠിക്കും. ഞാൻ കല്യാണാലോചന നടത്തുന്നു. എൻ്റെ ജോലി അതല്ല. സ്വോത്രം. ആകെ ശബ്ദം എടുക്കാൻ വയ്യ. നല്ല പാസ്റ്റർമാർ മേടയ്ക്കുള്ളിൽ ഒക്കാർക്ക് അവർ തിരുമണമാകെ കല്യാണമൊക്കെ നിശ്ചയിച്ചൊരു സ്വോത്രം. അതല്ല എൻ്റെ കാര്യം. വെളിനാട്ടിൽ പോയവരാരെങ്കിലും ഒന്ന് കര ഉയർത്താൻ. മോനെ കര ഉയർത്തിയാട്ട്. ക്യാമറ പൈസ ഒന്നും ചോദിക്കുകയല്ല, ഞങ്ങൾ പൈസ ഒന്നും ചോദിക്കത്തില്ല. പക്ഷേ കേട്ടോ, കര ഉയർത്തിക്കോ. നല്ല കരം. മോൻ ഉയർത്തി, ശൗരൻ ഉയർത്തി, സ്വോത്രം. ആ കൊച്ചു ഉയർത്തി. മക്കളെ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ചെന്നപ്പോഴേ കൈയെ പിടിച്ച് ദുബായിക്ക് പൊക്കുമെന്ന് പറഞ്ഞ് കയറ്റി വിട്ടോ? ഇല്ല. 7 കാര്യം. 1 പാസ്പോർട്ട്, 2 ടിക്കറ്റ്, 3 ബോർഡിംഗ് പാസ്, 4 എമിഗ്രേഷൻ, 5 പാസ്പോർട്ട് ചെക്ക്, 6 ബോഡി ചെക്ക്, 7 എല്ലാം കൂടെ കൊണ്ടൊരു കസേര ഇരുത്തും, മനസ്സിലാകുന്നവർക്കായി. എന്നിട്ടേ പ്ലെയിൻ വരും. സ്വോത്രം. സന്തോഷം ഇല്ലല്ലോ. ഗൾഫിൽ പോയവർക്കറിയാം. ചെന്ന ഉടനെ ഹിന്ദിക്കാരൻ പറയാം, ബേട്ട ആ ജാവോ ദുബായ് ജായേക. സ്വോത്രം. കയ്യെ പിടിച്ച് കൊണ്ടുപോയില്ല. അതുപോലെ കർത്തൻ വീട്ടിക്ക് പാൻ, അഥവാ സ്വർഗസന്ധി പാൻ. 7 കാര്യം നടക്കണം. പിന്നെ ഇതിനാ സൂചയുടെ പ്രസംഗം. 1 നീ രക്ഷിക്കപ്പെടണം. എന്താ രക്ഷ? യോഗത്തേക്കുള്ള
ലാസ്റ്റ് തമിഴ്നാട്ടിൽ പറയുന്നില്ല, കൈ ഉയർത്തി കർത്താവിനെ ഏമാത്തി കാണിക്കുന്നതല്ല രക്ഷ. സ്വോത്രം. ക്രിസ്തു മരിച്ചവരിൽ ആദ്യ വിലക്കറ്റിയ ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറയണം. അതാ രക്ഷ. രക്ഷിക്കപ്പെട്ടവൻ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. കൊച്ചുബീടി, കഞ്ചാവ് ഇതിൽ നിന്നെല്ലാം മാറണം. മാനസാന്തരപ്പെട്ട നീ എന്ത് ചെയ്യണം? അനുദപിക്കണം. മുടിയംപുത്രൻ പറഞ്ഞോൽ അപ്പ നിന്നോട് സ്വർഗത്തോട് പാപം ചെയ്തു. 3 അനുദപിച്ച നീ നെയ്യാറിപ്പോയി കലക്കവെള്ളത്തിൽ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ സ്നാനപ്പെടണം. IPC ചേരാനല്ല, ക്രിസ്തുവിനോട് ചേരാനുള്ള നല്ല മനസ്സെക്ഷിക്കായി. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. സ്നാനപ്പെട്ട നീ വെറ്റിലെ ചുണ്ണാമ്പിട്ടിരിക്കുന്ന കൈയടിക്കരുത്. ആത്മാവിൽ സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. ദൈവ ആത്മാവാകുന്നു. 6 നീ തിരുമേശയിൽ പങ്കാളിയാകണം. 7 പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ആ കുഞ്ഞിനെ നോക്കി സ്വർഗം വിളിക്കും, എൻ്റെ കാന്തി, എൻ്റെ പ്രാവി. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി സത്യവചനം. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിലും ഇരിക്കുന്ന പ്രാവി, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. ഇനി ആരെയും കരമുയർത്താൻ ഞാൻ പറയത്തില്ല. 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും. 1 പ്രാവിൻ 2 പ്രാവിൻ്റെ മുഖം സ്വർഗം നോക്ക്. അഥവാ 2 പ്രാവിൻ്റെ മുഖം യാഗപീഠത്തിൽ പുരോഹിതൻ നോക്ക്. അതിമേധസ്സുള്ള പ്രാവ് മാർപ്പതക്കത്തിനകത്ത് കത്തിയിരിപ്പുണ്ട്. മേധസ്സുള്ള പ്രാവിൻ്റെ തല പടപടാറത്തെടുക്കും. രക്തം താഴെ വീഴാൻ അനുവദിക്കത്തില്ല, കൂട്ടിപ്പിടിക്കും. അപ്പോൾ ഉടൽ പിടയ്ക്കും അമ്മാമേ. അപ്പുറത്തെ പ്രാവിൻ്റെ മുഖത്ത് രക്തം തെറിക്കും. ആരും അറിയാതെ ലേബിയരുടെ യാഗങ്ങളെ ചൊല്ലിക്കൊണ്ട് താമ്രത്തൊട്ടിക്കകത്തുനിന്ന് വെള്ളമെടുത്ത് പീഠത്തിനകത്ത് അറുത്ത പ്രാവിൻ്റെ തലയ്ക്കകത്ത് രക്തം പടപട ഊറ്റി ഒഴിക്കുമ്പോൾ ഇടയ്ക്ക് പ്രാവ് നിമ വെട്ടിക്കുമ്പോൾ തൻ്റെ പ്രിയ പ്രാവിൻ്റെ തലയെ കാണും. മിണ്ടത്തില്ല. യാഗം കഴിഞ്ഞ് സന്തോഷത്തോടെ കുറുപ്രാവിൻ്റെ യാഗം കഴിഞ്ഞ് എന്താ ചെയ്യുന്നത്? താമ്രത്തൊട്ടിയിലെ വെള്ളമെടുത്ത് യാഗപീഠം വൃത്തിയാക്കി കഴിയുമ്പോൾ ആശ്വാസത്തോടെ പുരോഹിതൻ നോക്കുമ്പോൾ പുറകിലൊരു കാഴ്ച ഉണ്ടപ്പോൾ ചമച്ച് ഒരു പ്രാവിൻ്റെ ഉടലിങ്ങനെ പല്ലിയുടെ വാല് പോലെ ചലിക്കുന്നു. മറ്റതിൻ്റെ പുറത്ത് രക്തം. അവൻ്റെ അന്തരാത്മാവിലൊരു കാര്യം പറയും, യാഗം കഴിഞ്ഞ് എന്തിനാ ഇതിൽ വെച്ചേക്കുന്നത്? താഴെ കിടക്കുന്ന ചരടിനകത്ത് ആ കത്തി കൊണ്ട് റപ്പറക്ക് പിടയ്ക്കുന്നത് അപ്പുറത്ത് മാറുമ്പോൾ കെട്ടഴിഞ്ഞ പ്രാവ് ഒരൊറ്റ യാത്ര നടത്തും. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിലും. ഇന്ന് രാത്രി കള്ളിമൂടും ഈരാലുമൂടും. ആരും നിന്റെ മുഖം കണ്ടില്ലെങ്കിലും അവൻ്റെ ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവജനം കെട്ടഴിഞ്ഞ് നിത്യ വീട്ടിലേക്ക് യാത്രയാകുവാൻ കാലമായി. ഇന്ന് രാത്രി സത്യവചനം നെഞ്ചുകേറി പ്രസംഗിക്കുക മക്കളെ. ഹല്ലേലൂയ. നാളെ നെടുമങ്ങാട്ടും പ്രസംഗിക്കേണ്ട വയ്യ എങ്കിലും പറയും, ഈ ചൂടേറിയ വചനം, ജീവൻ്റെ വചനം, നിത്യയുടെ വചനം കേട്ട് ഇന്ന് രാത്രി മടങ്ങി വാ. നമ്മുടെ കാന്തൻ വരാറായി. സ്വോത്രം. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് കരമുയർത്തിക്കൊണ്ട് പാട്ടിലേക്ക് പോകാം. സ്വോത്രം. അമേരിക്കയിലെ ഏറ്റവും വലിയ ക്യാൻസർ സർജൻ, ബാക്കിയൊന്നും പറയാൻ സമയമില്ല മറ്റുള്ളത്, അമേരിക്കയിലെ ഏറ്റവും വലിയ ക്യാൻസർ സർജൻ ഡോക്ടർമാർ, അദ്ദേഹം എങ്ങനെ കർത്താവിനെ കണ്ട് നിരീശ്വരവാദി. എല്ലാവരും കേട്ടാട്ട്. പണ്ട് ജമ്പൂര് പറഞ്ഞ ഒരിക്കൽ കൂടി ആശ്വാസത്തിന് വേണ്ടി അദ്ദേഹം കാലിഫോർണിയയിലെ വലിയ ഡോക്ടറായിരുന്നു. പിറ്റേന്ന് ഡാലസിലൊരു കോൺഫറൻസ്. 1.25 മണിക്കൂർ മതി കാലിഫോർണിയ ടു ഡാലസ്. 4:30 എയർപോർട്ടിൽ ചെന്ന് 5:30 പ്ലെയിന് 1 മണിക്കൂർ. ഇൻ്റർനാഷണൽ ടൂറല്ല, അതിൻ്റെ ഡൊമസ്റ്റിക് ടെർമിനൽ. അവിടെ ചെന്നപ്പോൾ എയർപോർട്ട് അടച്ചിരിക്കുന്നു കാലിഫോർണിയയിൽ. അദ്ദേഹം മാനേജരോട് പറഞ്ഞ്, അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞാൽ ഞാനാ ഏറ്റവും വലിയ പുള്ളി. മാനേജർ പറഞ്ഞ്, നിങ്ങളാ പുള്ളിയെങ്കിലും 24 hours ഷട്ട് ഡൗൺ ദ എയർപോർട്ട്. ദ ഹെവി വിൻഡ്സ് കം കാലിഫോർണിയ. വലിയ കാറ്റടിക്കുന്നു, അതുകൊണ്ട് പ്ലെയിൻ ഇല്ല. അദ്ദേഹത്തിനോട് പറഞ്ഞു, സാറ് കാര്യം ചെയ്യും, കാർ എടുത്ത് 9 മണിക്കൂർ മതി, വിട്ടോളാൻ പറഞ്ഞു. 2 കാർ എടുത്ത് 5 മണിക്ക് യാത്രയായി. കാലിഫോർണിയ കഴിഞ്ഞു. അടുത്ത നമ്മുടെ ഈ വെള്ളറുടെ ആറാട്ട് കൂടി നട്ടയൊക്കെ പോകുന്നല്ല, കളിയിൽ പോകുന്ന പോലെ അടുത്ത സ്റ്റേറ്റിലോട്ട് തമിഴ്നാട്ടിൽ കയറുന്ന പോലെ കാലിഫോർണിയയിൽ നിന്ന് ഡാലസിൽ കയറാൻ. രാത്രി 9:30. കൈ കാപ്പിയില്ല, വെള്ളവുമില്ല. സ്വോത്രം. കൈ വിറയ്ക്കാൻ തുടങ്ങി. കടകളുമില്ല. വഴിയരികത്തൊരു വീട്ടിനകത്ത് 2 ചുമ്മിനി വിളക്കുകൾ കത്തുന്നു. തൻ്റെ അവിടെ ചവിട്ടി നിർത്തി. വീട്ടിന് മുൻപിൽ കോളിംഗ് ബെൽ അടിച്ചു. ചെറിയ കെട്ടിടം, എല്ലാവരും കേൾക്കണം. ഒരു സഹോദരി വന്ന് കഥക് തുറന്നു. പറഞ്ഞൊരു കാര്യമുണ്ട് ഇംഗ്ലീഷിൽ. മൈ നെയിം ഈസ് മാർക്ക്, കോൾഡ് ടു മൈ സിസ്റ്റർ, മേക്ക് എ കോഫി ഫോർ മീ. എൻ്റെ പേര് മാർക്കെന്ന്, അതുകൊണ്ട് തണുപ്പ് വലുതൊരു കാപ്പി ഉണ്ടാക്കാൻ. സഹോദരി ഇംഗ്ലീഷിൽ തന്നെ, ഐ മേക്ക് എ കോഫി യു സിറ്റ് യുവർ സീറ്റ് വിത്തിൻ 5 minutes ഐ വിൽ പ്രിപ്പയർ. 5 മിനിറ്റ് കൊണ്ട് താങ്കൾക്ക് കാപ്പി തരാം. ഹീറ്ററിനകത്ത് വെള്ളം വെച്ചിട്ട് അകത്ത് പോയി. 2 മിനിറ്റ് കൊണ്ട് വെള്ളം തിളയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോൾ പെൺകുട്ടി അകത്ത് പോയി കട്ടിലിരുന്ന് 5 വയസ്സുള്ള കുഞ്ഞിനെ മാറോട് ചേർത്തമ്മ ഇങ്ങനൊരു വാക്ക് പറഞ്ഞു, ഡോക്ടർ മാർക്കിനെ കാണും, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അദ്ദേഹം ഞെട്ടിപ്പോയി. ഇവളെന്ത് പറയുന്നു? 5 മിനിറ്റിൽ ഒരു കാപ്പി കൊണ്ടുവന്നു. കുടിച്ചതിന് ചോദിച്ചു, നീ എൻ്റെ ഭർത്താവ് എവിടെ? അവൾ പറഞ്ഞു, മരിച്ചുപോയി. ആരാ? മുറിക്കകത്ത്. എൻ്റെ കുഞ്ഞ് 2 വർഷമായി ക്യാൻസർ രോഗത്തില്ല. ഇനി ഇവിടെ ഡോക്ടറില്ല. ഇവിടെയുള്ള ഡോക്ടർ പറഞ്ഞു, അടുത്ത സ്റ്റേറ്റിൽ കാലിഫോർണിയയിൽ താങ്കളുടെ പേരുള്ള ഒരു ഡോക്ടർ ഇരിക്കുന്നത്. എൻ്റെ കാണാൻ കാശില്ല, ഞങ്ങൾ ദൈവത്തോട് നിലവിളിക്കുക. ചായ കുടിച്ച ഡോക്ടർ അവിടെ നിന്ന് എഴുന്നേറ്റ്. ഏവരും കേൾക്കണം. സഹോദരി
സഹോദരിയോട് ചോദിച്ചു, ഇവിടെ ബൈബിൾ ഉണ്ടോ? അവൾ പറഞ്ഞു ബൈബിൾ ഉണ്ട്, കൊണ്ടുവരാൻ പറഞ്ഞു. അവൾ ആ ബൈബിൾ കൊണ്ടുവന്ന് ഡോക്ടർ കരമെടുത്ത് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്, നീ അന്വേഷിക്കുന്ന ഡോക്ടർമാർക്ക് നിന്റെ മുൻപിൽ നിൽക്കുന്നത്. അവൾ ഞെട്ടിപ്പോയി. ഇദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അവിടെ വെച്ച്. ഞാൻ എയർപോർട്ടിൽ വന്നപ്പോൾ എനിക്ക് പ്ലെയിൻ ഇല്ലാതിരുന്നത്, കാറ്റായി എയർപോർട്ട് അടച്ചത്. എൻ്റെ കാറ് നിൻ്റെ വീട്ടിന് മുൻപിൽ ആക്കുറേറ്റായിട്ട് ചവിട്ടി നിർത്തണമെങ്കിൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു കർത്താവുണ്ട്. സ്വോത്രം. അവിടെ വെച്ചാൽ ഞാനത് പഠിച്ചു. ഞാൻ ആ ക്യാൻസറിൻ്റെ റിസർച്ചിൽ പോയപ്പോൾ ഞാൻ കരഞ്ഞു. അവിടെ വെച്ച് ഡോക്ടർ മാർക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, ആ കർത്താവ് ജീവിക്കുന്നു. സ്വോത്രം. പുത്തരിക്കണ്ട മൈതാനത്തിലല്ല, ഒരു സഹോദരിയുടെ പ്രാർത്ഥനയുടെ മുൻപിൽ ഒരു കാർ അവിടെ ചവിട്ടി നിർത്തി. ആ കുഞ്ഞിനെ ഡോക്ടർ മാറോട് ചേർത്തണച്ച് ആ കുഞ്ഞിന്നും ജീവിക്കുന്നു. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി കൺവെൻഷൻ മുടിവാന തീരവ്. സഹോദരി, കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, ലോകം പറയും നിന്റെ വീട്ടിനകത്ത് നന്മ വരത്തില്ല. എന്നാൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങ്. ഉറവകളെ തുറക്കുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി കള്ളിമൂട്ടി പറയണം, ഡാലസിലെ സഹോദരിയുടെ വീട്ടുമുറ്റത്തല്ല, നിന്റെ വീട്ടിന്റെ മുൻപിൽ കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ ആഹാരം, വയലച്ചടിക്ക് പ്രകാശം. പറ, ഇന്ന് രാത്രി ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് ഇസ്രയേലിന്റെ പാളയത്തിനകത്ത് മന്നയും കാടപ്പക്ഷിയും മാറായ പിളർന്നൊരു ദൈവമുണ്ടെങ്കിൽ മധുരജലം തന്നെ എന്നെ അനുഗ്രഹിക്കാൻ. ബിക്കോസ് ഈസ് അലൈവ്. ഇന്ന് രാത്രി നിർത്താൻ പോവുക. പാടുന്ന കുഞ്ഞുങ്ങൾ റെഡി ആയിക്കോ, മുമ്പോട്ട് വന്നാട്ടെ. ഒന്നാം ലോക മഹായുദ്ധം, ഒരു സംഘടന വന്നു. ആദ്യം തൊട്ട് ഞാൻ പറഞ്ഞു ലീഗ് ഓഫ് നേഷൻസ്. 2, ഇന്നൊരു സംഘടനയുണ്ട് യുണൈറ്റഡ് നേഷൻസ്. 2ാം ലോക മഹായുദ്ധം. 3ാം ലോക മഹായുദ്ധം കഴിഞ്ഞാൽ അന്തിക്രിസ്തു വരാറായി, ഏകലോക ഭരണം. എന്നാൽ ഇന്ന് രാത്രി അവൻ വരുന്നതിന് മുമ്പ് ആ കരം ഉയർത്തിപ്പിടിച്ചാട്ടെ, കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നത്. കള്ളിമൂടെ ഈരാലുമൂടെ നമ്മുടെ കഷ്ടം തീരാറായി. യെരൂശലേം ഭാരമുള്ള കല്ല്, അതൊരു പരിഭ്രമപാത്രം. ജാതികൾ വിരോധമായി കൂടി വരും, അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. മക്കള്, മനുഷ്യൻ മരണം കൊതിക്കുന്ന കാലം. ശവപ്പെട്ടിക്കകത്ത് ശവം കയറാതെ അസ്ഥികഷ്ണങ്ങൾ വഴിയരികെ കിടക്കും. അതിനു മുമ്പ് തൻ്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കള് നിത്യ വീട്ടിൽ കൊണ്ടെത്തിക്കുവാൻ എൻ്റെ നാഥൻ വരാറായി.